അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എടാ നമ്മൾ റെസിസ്റ്റൻസ് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മെറ്റാലിക് ആയിട്ടുള്ള വയർ നിർബന്ധമായിട്ട് വേണം, ശരിയല്ലേ? ആ മെറ്റാലിക് ആയിട്ടുള്ള വയറിൽ കൂടിയല്ലേ ഇലക്ട്രോൺസ് പാസ് ചെയ്യത്തുള്ളൂ, ശരിയല്ലേ? അതായത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റുക? കറണ്ട് എന്ന് വിളിക്കുന്നത്. എന്താ? ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനല്ലേ നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നോക്കണേടാ, ഈ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു വയർ എടുത്തു എന്ന് വിചാരിച്ചോ. കാരണം നമുക്കറിയാം മെറ്റൽ മാത്രമേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യത്തുള്ളൂ? കണ്ടക്ട് ചെയ്യത്തുള്ളൂ. എന്തോ കുറെ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ പൊതുവേ ഇപ്പൊ ഞാനൊരു മെറ്റൽ എടുത്തേക്കാം, ഇത് അലൂമിനിയം ആണെന്ന് നിങ്ങൾ വിചാരിച്ചോ, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ചെമ്പ് കമ്പിയാന്ന് വിചാരിച്ചോടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സൈഡിൽ ഇവിടെ നിന്ന് ചൂടാക്കുന്ന സമയത്ത് ആ ചൂട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്ത് ഇവിടം വരെ വരത്തില്ലേ? എൻഡിങ് വരെ വരത്തില്ലേ? അത് എത്ര വലിയ വയറാണോ അത്രത്തോളം എന്ത് ചെയ്യുന്നു? ചൂട് അതിൽ കൂടി ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്, ശരിയാണല്ലോ? അല്ലാതെ ഒരു സ്ഥലത്ത് ഒന്ന് നിൽക്കുകയാണ് ചെയ്യുന്നേ അല്ല. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മെറ്റാലിക് വയർ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. അങ്ങനെയുള്ള മെറ്റാലിക് വയറിൽ കൂടി ഇലക്ട്രോൺസ് പാസ് ചെയ്യാന്ന് വിചാരിച്ചോ. അങ്ങനെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. അതിനെ വിളിച്ച പേരെന്തായിരിക്കണം? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പൊ എന്തായിരിക്കണം? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നൂടാ? എന്താ ചെയ്യുന്നേ? തടസ്സം, റെസിസ്റ്റ് ചെയ്യുക. അതല്ലേ സംഗതി? പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ തടഞ്ഞു വെക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഏത് ലെറ്റർ ഉപയോഗിക്കുക? ഫസ്റ്റ് ലെറ്റർ ഏതായിരിക്കണം? R. അപ്പോൾ എഴുതിക്കോ, റെസിസ്റ്റൻസ് എന്താണെന്ന് എഴുതിക്കോ. ഞാൻ പറഞ്ഞു തരാം, അതേപോലെ എഴുതിക്കോ. റെസിസ്റ്റൻസിന്റെ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ R എന്ന് കൊടുത്തോ. റെസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ R. എന്നിട്ട് എഴുതിക്കോ, ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് ദി തടസ്സപ്പെടുത്താൻ നമ്മൾ എന്താ വിളിക്കാൻ പറ്റുക? ഹിൻഡ്രൻസ് എന്നല്ലേ വിളിക്കാറ്, അല്ലെ? ഹിൻഡ്രൻസ് മീൻസ് എന്തായിരിക്കണം? തടസ്സപ്പെടുത്തുക. അതാണ് സംഗതി. അപ്പൊ എഴുതിക്കോ, ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് ദി ഹിൻഡ്രൻസ്. സ്പെല്ലിംഗ് വേണോ? അറിയാലോ. ഹിൻഡ്രൻസ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ എന്തായിരിക്കണം? എടാ മനസ്സിലാക്കി വെക്കുക, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ എന്ത് ചെയ്യുന്നു? ഹിൻഡ്രൻസ് ചെയ്ത് നിർത്തുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിനെ നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വിളിക്കാൻ പറ്റും? ലെങ്ത്തും അതേപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ എഴുതിക്കേ, R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. അതേപോലെ തന്നെ വേറൊരെണ്ണോടെയും പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കണം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ എഴുതിക്കേ, R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതിങ്ങനെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു? R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. അതേപോലെ തന്നെ R ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പറഞ്ഞേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇൻവേഴ്സ്ലി പറയാനായിട്ട് ഇങ്ങനെയല്ലേ എഴുതാറ് നമ്മള്. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത് പഠിക്കണേ. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ ഹിൻഡ്രൻസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ പഠിക്കേണ്ടത് എന്തായിരിക്കണം? R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കണം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? R പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എഴുതിക്ക്, നെക്സ്റ്റ് എഴുതേണ്ടത് എന്താണ്? R പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എവിടെ പ്രൊപ്പോർഷണാലിറ്റി കണ്ടാലും നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട കോൺസ്റ്റന്റ് ഏതായിരിക്കണം? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതാ. അപ്പൊ നോക്കണേടാ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഞാൻ ഒരു കോൺസ്റ്റന്റ് ഇട്ടു. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് റോ എന്ന് വിളിക്കുക. മനസ്സിലാക്കണേ. റോ എന്ന് കേട്ടിട്ടുണ്ടോ? അത് നോക്കണേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുക? റോ എന്നാണ് വിളിക്കുക. ഓക്കെ ഓക്കെ, റോ. അപ്പൊ നോക്കിക്കേ, R = റോ. ബാക്കി പറഞ്ഞ് നിങ്ങൾ L/A എന്ന് വിളിക്കും. മനസ്സിലായോ? R = റോ L/A. ഓക്കെ ആണല്ലോ? അത് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കണേ, റോ എന്ന് പറഞ്ഞ എന്ത് സാധനോ എഴുതിയിട്ടേ? റോ = റെസിസ്റ്റൻസ് അല്ലായിരുന്നോ? അതിൻ്റെ ഒപ്പം ITY ചേർത്ത് എന്തായിട്ട് മാറും? റെസിസ്റ്റിവിറ്റി. അപ്പൊ റോ എന്ന് പറഞ്ഞ എഴുതിയിട്ടേ റെസിസ്റ്റിവിറ്റി.
റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. എന്താ വിളിക്കുക? സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ എന്ത് വിളിക്കും? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. സ്പെസിഫിക് റെസിസ്റ്റൻസ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് പഠിക്കണേ. സ്പെസിഫിക് റെസിസ്റ്റൻസ്. എടാ ഇനി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എന്താക്കണം? ഇത് രണ്ടും തുല്യമാക്കണമെങ്കിൽ R = റോ എന്ന് പറയുന്ന സാധനം, അതായത് റെസിസ്റ്റൻസും അതേപോലെ തന്നെ റോയും കൂടിയും എന്താക്കണം? തുല്യമാക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്തേണ്ടത്? അവിടെ എന്തായിരിക്കണം? റോ = R ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തൊക്കെ ഇക്വലാകണം? എല്ലും എയും തുല്യമായ പോരെ. അപ്പോൾ അടുത്ത് എഴുതിക്കോ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഇക്വൽ ആകണമെങ്കിൽ അല്ലെങ്കിൽ R റോ എന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ എല്ലും അതേപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിട്ട് മാറി? 1 ആയാൽ മതി. മനസ്സിലായോ? അപ്പോൾ അതാണ് പഠിച്ചു നോക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കണം? അത് തുല്യമായി കഴിഞ്ഞാൽ ഇതായിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇതാണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളടാ. എന്തായിരിക്കണം? ഞാൻ എന്ത് ചെയ്തു? ഒരു മെറ്റാലിക് ആയിട്ടുള്ള വയറിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. മനസ്സിലാക്കണേ. ഇതൊരു മെറ്റാലിക് വയറാന്ന് വിചാരിച്ചു, ഏതും ആയിക്കോട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനത് അടിയിൽ നിന്ന് ഇത്തിരി ചൂടാക്കി കൊടുത്തു എന്ന് വിചാരിച്ചോ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു ലൈനാന്ന് വിചാരിച്ചു. അതിൽ കൂടി ഇലക്ട്രോൺസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഒരു ബ്ലോക്ക് ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അതിനൊരു ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ വണ്ടി പതുക്കെ മൂവ് ചെയ്യത്തുള്ളൂ. അതേപോലെ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ തടസ്സപ്പെടുത്തുന്നതിനെ നമ്മൾ വിളിച്ച പേരെന്തായിരിക്കണം? ഹിൻഡ്രൻസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ഹിൻഡ്രൻസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഹിൻഡ്രൻസ് എന്ന് വിളിച്ചതിനെ മലയാളത്തിൽ എന്തായിരിക്കണം? തടസ്സം എന്നാണ് അർത്ഥം വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെ തടസ്സപ്പെടുത്തുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരിക്കണം? ക്യാപിറ്റൽ R ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പറഞ്ഞത് നമ്മൾ? ലെങ്ത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നോക്കണേ, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പഠിച്ചത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു നോക്കണം. അപ്പൊ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മനസ്സിലായല്ലോ? അത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടടാ, എവിടെ പ്രൊപ്പോർഷണാലിറ്റി കണ്ടാലും നമ്മൾ കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമുക്ക് എന്താക്കണം? ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക? അങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റിന്റെ പേരെന്താ? റോ എന്ന് വിളിക്കും. RO അങ്ങനെ വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്തോ. റോ എന്ന് വിളിക്കും. മനസ്സിലായോ? ഡെൻസിറ്റി നമ്മൾ റോ എന്നല്ലേ എഴുതാറ്. അതാ സംഗതി. അപ്പൊ റോ എന്ന് കൊടുത്തു. അപ്പൊ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെൻസിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കണം? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. മറന്നുപോലെ എന്തായിരിക്കണം? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇത് മനസ്സിലാക്കുക. ഇനി അടുത്ത കാര്യം നോക്കിക്കേ. ഇത് രണ്ടും തുല്യമാക്കണം, ഇക്വൽ ആക്കണം. അതായത് റെസിസ്റ്റൻസും സ്പെസിഫിക് റെസിസ്റ്റൻസും തമ്മിൽ എന്താക്കണം? അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി തുല്യമാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായാൽ മതി? ഈക്വൽ ആയാൽ മതി, അല്ലെങ്കിൽ 1 ആയി മാറിയാൽ മതി, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയാൽ മതി എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അതൊന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചേ. അത് കഴിഞ്ഞ ശേഷം കണ്ടക്റ്റൻസ്. യൂണിറ്റും കൂടി എഴുതി വെച്ചോ. യൂണിറ്റ് ഏതാ നിങ്ങൾക്ക് അറിയാം? ഓം. വേഗം എഴുതിക്കോ. അതെല്ലാവർക്കും അറിയാവുന്ന. വേഗം എഴുത്. ഓം. അപ്പോൾ അടുത്ത് ഓക്കെ അല്ലേ? ഇത് അടുത്ത് എന്തായിരിക്കണം? നിങ്ങൾ പറഞ്ഞു ഓപ്പോസിറ്റ് വരുന്ന സാധനത്തിന്റെ പേരെന്താ? കണ്ടക്റ്റൻസ്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ, കണ്ടക്റ്റൻസ്. അതിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക G എന്ന് കൊടുത്തേ. കണ്ടക്റ്റൻസിന്റെ ബ്രാക്കറ്റിൽ G എന്ന് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ G ആണ്. എന്നിട്ട് അതിന്റെ താഴെ എഴുതിക്കേ, ഇറ്റ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. യൂണിറ്റ് എന്താ വിളിക്കാറാ? അറിയോ? തിരിച്ചിട്ടാ മതി. എന്ത് കിട്ടും? ഓം ഇൻവേഴ്സ് എഴുതിക്കേ. ഓം ഇൻവേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം
തിരിച്ചിട്ട് ഓമിനെ തിരിച്ചിട്ട് എന്ത് വായിക്കും? മോന്ന് വായിക്കില്ല, MHO. അതും കൂടി എഴുതിക്ക്, MHO. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, സൈമൻസ്. സൈമൻസ് അതും പഠിക്കണം, 3 എണ്ണം പഠിക്കണം കേട്ടോ. അപ്പൊ അത് നോക്കി. ഇനി എന്തൊക്കെ പേരാല്ലേ? ഓക്കെ. അപ്പൊ എന്തായിരിക്കണം? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ ആയിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ G വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കണേടാ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായിരിക്കണം? റെസിസ്റ്റൻസിന്റെ എന്താണെന്നാ പറഞ്ഞേ? നമ്മൾ ഇൻവേഴ്സ് ആന്ന് പറഞ്ഞു. അപ്പൊ G എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കണ്ടക്ടൻസ് ആണ്. അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? 1/R ആയിരിക്കണം. അപ്പൊ എഴുതിയ ഫസ്റ്റത്തെ എഴുതേണ്ടതാണ് 1/R. ഇത് എഴുതിക്ക്. ആദ്യം എഴുതേണ്ട ഇക്വേഷൻ ആണ് G = 1/R. മനസ്സിലായോ? അതായത് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതിയ G = 1/R എന്ന് നമ്മൾ എഴുതി. ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. അത് കഴിഞ്ഞതിന് ശേഷം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയാ പഠിച്ചത്? R = ρ L/A എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട സാധനത്തിന്റെ പേര് കിട്ടിയല്ലോ, R = ρ L/A എന്ന് എഴുതി. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റൂടാ? G = 1/, ബാക്കി 2 ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, എഴുതിക്കുക. അപ്പൊ G = 1/ρ × A/L. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താ വേറെ ഒന്നുമല്ല. അപ്പൊ ആദ്യം എഴുതേണ്ടത് ഞാൻ പറഞ്ഞു G = 1/R. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്തായിരിക്കണം? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലെ? മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റന്റ് ആണെന്ന് അറിയാം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ശരിയല്ലേ? അതുകൊണ്ടുപോയി അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ 2 എണ്ണം അങ്ങനെ കിട്ടിയതാണ്, മനസ്സിലായോ? അപ്പൊ നോക്കണേ, G = 1/R അല്ലെങ്കിൽ അതേപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? R = ρ A/L എന്ന് എഴുതാൻ സാധിക്കും. ഇത് നമുക്കറിയാം, അല്ലെങ്കിൽ L/A എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അതിനെ നമുക്ക് കണ്ടക്ടൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ G = 1/ρ × A/L. അപ്പൊ നെക്സ്റ്റ് എഴുതേണ്ട ഇതാണ്. ഇന്ന് തൊട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. G = 1/ρ × A/L. ഇതെല്ലാ ഇക്വേഷൻസും ആവശ്യമുണ്ട്. G = 1/ρ × A/L. അതിനെ വേറെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? G = A/റോയൽ എന്ന് ആലോചിക്കുക, റോയൽ ബേക്കറി എന്ന് ആലോചിച്ച് നോക്കുക. റോയൽ, ഓക്കെ അല്ലേ? അങ്ങനെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ മറന്നോ? അപ്പൊ G = എന്തായിരിക്കണം? A/റോയൽ, ഓക്കെ അല്ലേ? A എന്ന് പറഞ്ഞ ആള് എവിടെ പോയി? റോയൽ ബേക്കറി പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ G = A/റോയൽ. ഇനി നോക്കണേടാ, ഒരു കാര്യം കൂടി നിക്ക്. ഇതിൽ നമ്മളിങ്ങനെ കൊടുത്തു. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ഈ 1/ρ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? 1/ρ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ്. K എന്ന് വിളിക്കുക, ഓക്കെ അല്ലേ? അതും കൂടി എഴുതിയിട്ട് സൈഡിൽ എഴുതണേ. 1/ρ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? K എന്ന് വിളിക്കും. K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കണം? കഴിക്കണ കാപ്പ. കുറച്ച് നീട്ടി വായിച്ചാൽ മതി. കാപ്പ എന്ന് വിളിക്കും, മനസ്സിലായോ? അതായത് നമ്മൾ കഴിക്കുന്ന കപ്പില്ലേ, മരച്ചീനി, അതിനെ ഞാൻ എന്ത് ചെയ്തു? കുറച്ചുകൂടി നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്തായി? കാപ്പാന്നായില്ലേ? അതിന് ഓർത്തിരുന്നു. അപ്പൊ K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കാപ്പ എന്ന് വായിക്കാൻ പറ്റും. മനസ്സിലാക്കണേ, കാപ്പ. സെയിം ഇത് തന്നെ. അതിനെ വിളിക്കുന്നേ. K എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പാന്ന് തന്നെ വിളിക്കുന്നേ. അതാ ഞാൻ അങ്ങനെ എഴുതി. അപ്പൊ K എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റന്റ് ഇട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ നിങ്ങളുടെ ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കണം? നമുക്ക് വേണ്ട ഇക്വേഷൻ ഇതാണ് നിങ്ങൾ പഠിക്കണ്ടേ. ബാക്കിയുള്ളതെല്ലാം അതിന്റെ ഇടയിൽ വരുന്നതാണ്. G = K × ഏത് വരും? A/L. G = K × A/L. G = K × A/L. ഇനി നിങ്ങൾ പറഞ്ഞു തന്നെ, അതായത് ഈ പറഞ്ഞ കെയും ജിയും ഇക്വലാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ ഈ പറഞ്ഞ എയും എല്ലും എന്താകണം? തുല്യമാകണം അല്ലേ? അല്ലെങ്കിൽ 1 ആയി പോകണം, കോൺസ്റ്റന്റ് ആകണം. അപ്പൊ അടുത്ത് എന്ത് കിട്ടും? K = G എന്ന് കിട്ടും. അതുകൊണ്ട് എഴുതിയിട്ടേ. അപ്പൊ 2 എണ്ണം പഠിച്ചു കഴിഞ്ഞു. വേഗം പറഞ്ഞോളൂ, ഏതൊക്കെ പഠിച്ചു? റെസിസ്റ്റൻസ് പഠിച്ചു, കണ്ടക്ടൻസും പഠിച്ചു. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞു തന്നെ.
പോരട്ടെ, എഴുതി കഴിഞ്ഞെങ്കിൽ പറഞ്ഞേടാ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അതായത് നമുക്കറിയാം ഹിൻഡ്രൻസ് ആണ് അല്ലേ? എന്തിന്റെ ഹിൻഡ്രൻസ് ആണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ ഹിൻഡ്രൻസ് ചെയ്ത് നിർത്തുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. കണ്ടക്ടൻസ് ആണെങ്കിൽ നേരെ തിരിച്ചു പറയാം. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? റെസിസ്റ്റൻസ് എന്താണോ അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കണ്ടക്ടൻസ് കിട്ടും. ഇനി റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? ക്യാപിറ്റൽ ആർ ആണെങ്കിൽ കണ്ടക്ടൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരിക്കണം? ക്യാപിറ്റൽ ജി ആണ്. കിട്ടിയോ? അപ്പൊ സി ആണെന്ന് നമ്മൾ വിചാരിക്കില്ല, എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ജി ആണെന്ന് പഠിച്ചു. ഇനി യൂണിറ്റ് നോക്കാം. ഇനി യൂണിറ്റ് നിങ്ങൾ പറഞ്ഞേ. അതായത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം, എന്താ വിളിക്കുക? ഓം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കണം? മുകളിൽ വരൂലേ? അപ്പൊ എന്താ വരുന്നത്? ഓം ഇൻവേഴ്സ് എന്ന് വരും. അപ്പൊ ഒന്ന് പഠിച്ചു നോക്കുക. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഒന്നാമത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നടാ? ഓം ഇൻവേഴ്സ്. ഇതിനെ തിരിച്ചിടാ. ഓമിനെ തിരിച്ചിട്ടാൽ നമുക്ക് എന്താ വായിക്കാം? മോന്നല്ലേ വായിക്കുക? അപ്പൊ മോന്ന് പറയാം. അല്ലെങ്കിൽ അതർ യൂണിറ്റ് ഏതാണ്? സൈമൻസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സൈമൻസ്. 3 എണ്ണം പഠിക്കണേ, 3ഉം ചോദിക്കും. അപ്പൊ നോക്കി നോക്കുക. യൂണിറ്റ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ഓം ഇൻവേഴ്സ് പറയാൻ പറ്റും. നെക്സ്റ്റ് ഏതാ പറയാൻ പറ്റുക? മോന്ന് പറയാൻ പറ്റും. അടുത്ത ഏതാ പറയാൻ പറ്റുക? സൈമൻസ് എന്ന് പറയാൻ പറ്റും. മറന്നുപോലെ 3 യൂണിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓം ഇൻവേഴ്സ് ഉണ്ട്, സൈമൻ ഉണ്ട്, പിന്നെ എന്താ പറയാൻ പറ്റുക? മോന്നും വിളിക്കാൻ പറ്റും. അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അവിടെ എന്താ പറഞ്ഞ? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പഠിച്ചേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആ പഠിച്ചേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തുണ്ടാക്കി? ഇക്വേഷൻ ഉണ്ടാക്കി. എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കിയത്? അപ്പൊ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പറയാ? എ ബൈ എൽ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എൽ ബൈ എ എന്ന് കൊടുക്കാൻ പറ്റും. മനസ്സിലായി? എങ്ങനെ തിരിച്ചെഴുതിയാൽ എങ്ങനെയാലും സെയിമാ. അപ്പൊ എന്താ പറയാൻ പറ്റും? ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഡയറക്ട്ലി അല്ല, പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. അതിന് നമ്മൾ എന്താ കൊടുത്തേ? ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റിന്റെ പേരെന്തായിരുന്നു? റോ എന്നാ വിളിച്ചേ. റോ എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റൻസ് പോട്ടെ, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇവിടെയും പറയാൻ പറ്റൂലോ. നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. ഏതായിരിക്കണം കോൺസ്റ്റന്റ് കൊടുത്തത്? കെ ആണ് അല്ലേ? അപ്പൊ നമുക്ക് കെ എന്ന് പറഞ്ഞാൽ കാപ്പ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ എന്ത് കുറിക്കാൻ പറ്റും? അതിന്റെ ITY ചേർത്ത് എന്ത് കിട്ടും? കണ്ടക്ടിവിറ്റി. അപ്പൊ അതും കൂടി എഴുതിയിട്ട് റെസിസ്റ്റിവിറ്റിയുടെ പോലെ തന്നെ ഇവിടെയും പറയാൻ പറ്റുന്ന എന്താണ്? കണ്ടക്ടിവിറ്റി. അപ്പൊ അതും കൂടി എഴുതിയിട്ട് കാപ്പ അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റൂടാ? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാൻ സാധിക്കും. എന്തിനെ വിളിക്കുന്നേ? കേനെ വിളിക്കുന്ന പേരാണ്. കേനെ എന്ത് വിളിക്കാൻ പറ്റും? കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ എന്താ പറയുക? സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോലെ എന്ത് വിളിക്കാൻ പറ്റും? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വിളിച്ചുകൂടെ? അതും പറയാം. അപ്പൊ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കാവേ, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ? ഇൻവേഴ്സ് അല്ലേ എടുക്കേണ്ടേ? അപ്പൊ എന്ത് കിട്ടും? G = 1/R കിട്ടും. ഓക്കെ അല്ലേ? അതായത് ഇൻവേഴ്സ് ഓഫ് എന്തായിരിക്കണം? റെസിസ്റ്റൻസ് ആണ് കണ്ടക്ടൻസ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ R = ρL/A. ഇത് ഏത് ഇക്വേഷനാണ് നമ്മൾ പഠിച്ചേ? ഫസ്റ്റത്തെ ഇക്വേഷൻ, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കൊണ്ടുപോയി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന എന്താണ്? G = K × A/L എന്ന് കിട്ടും. മനസ്സിലായോ? ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ജിയും കെയും ഇക്വലാകണമെങ്കിൽ എന്താകണം? എയും എല്ലും കോൺസ്റ്റന്റ് ആകണം അല്ലേ? പഠിച്ചതാണ്. അത്രയും കാര്യം എന്ത് ചെയ്യുക? മനസ്സിൽ വേണേ. ഇതും പഠിച്ചു വച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അത് രണ്ടും. അപ്പോൾ അത് രണ്ടും വായിച്ചു നോക്കിക്കേ. ഇനി നെക്സ്റ്റ് എഴുതാം. പറഞ്ഞോട്ടെ, ഇതൊക്കെ തിയറിയാണ്, ജസ്റ്റ് കാണാതെ പഠിക്കേണ്ടതാണ്. മോളാർ കണ്ടക്ടിവിറ്റി പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായിരിക്കണം മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. ഒരു മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ വിളിച്ച പേരെന്തായിരിക്കണം? മോളാർ കണ്ടക്ടിവിറ്റി. എന്താ പറഞ്ഞേ? ഒരു മോള് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതിക്കോ നിങ്ങൾ. അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക λm എന്ന് കൊടുക്കുക. എങ്ങനെയാണെന്ന് അറിയാം എഴുതണ്ടേ? λm എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ. ഇപ്പം എന്നെ തെളിയുന്നില്ല, മനസ്സിലായോ? ഇതിങ്ങനെ ഇടാം, എം ഇടാം. എടാ λm ദേ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ. ഓക്കെ അല്ലേ? λm. മറ്റേ ലാംഡ ഇല്ല കേട്ടാ, ആ ലാംഡ ഇല്ല. ഇതിനെ ലാംഡ എന്ന് തന്നെ വിളിക്കുന്നേ. മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതായിരിക്കും, ഇതല്ല, ഇതാണ് ഇങ്ങനെ വരച്ചേക്കുന്ന.
എങ്ങനെയാലും ഈ സാധനം അറിഞ്ഞാൽ മതി, ഈ സാധനമാണെന്ന്. വീനെ തലതിരിച്ചിടാം. എന്നിട്ട് എഴുതിക്കോ. എന്താ ഞാൻ പറഞ്ഞേ? 1 മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ എന്ത് വിളിക്കാൻ പറ്റും? മോളാർ കണ്ടക്ടിവിറ്റി. മോളാറിന് എവിടെ കണ്ടാലും എന്തായിരിക്കണം? 1 മോളായിരിക്കണം. അപ്പോൾ 1 മോൾ നമ്മൾ എന്താ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നേ? ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റിനെ കുറിച്ചിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ 1 മോള് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? മോളാർ കണ്ടക്ടിവിറ്റി. എഴുതിക്കോ. അപ്പോൾ ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി, ഇതെല്ലാം കാണാണ്ട് പഠിക്കണേ. ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി of 1 mole of an electrolytic solution. It is the conductivity of 1 mole of an electrolytic solution kept, K-E-P-T, kept between അങ്ങനെ ഇട്ടാൽ മതി. BW അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി, ഫുൾ എഴുതണ്ട. between two electrodes with unit area of cross section, with unit area of cross section and at a distance of unit length, എഴുതിയോ? വായിച്ചു നോക്കിക്കുക, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ട്. ആദ്യത്തെ നിങ്ങൾക്ക് കിട്ടിക്കാണും. 1 മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കണം? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ബാക്കി വായിച്ചേ നിങ്ങൾ. ബാക്കി എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. 2 ഇലക്ട്രോഡ് വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത്. അപ്പോൾ എന്താ അർത്ഥം പറഞ്ഞേ? 1 മോള് എന്താ പറയുക? ഇലക്ട്രോലൈറ്റിക് അല്ല, 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലേ? അതിന് എത്രയും നിങ്ങൾ നോക്കിക്കേ. ബാക്കി വായിച്ചേ. വിത്ത് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നോക്കിക്കേ, 1 മോൾ ഇലക്ട്രോലൈറ്റ് ഉള്ളത് യൂണിറ്റ് ലെങ്ത് ഡിസ്റ്റൻസിലുള്ള 2 എന്ത് വെച്ചിട്ടുണ്ട്? ഇലക്ട്രോഡുകൾക്ക് ഇടയിലാണെന്നാണ് പറഞ്ഞേക്കണം അല്ലേ? ഇത്രയും കിട്ടിയോ? അപ്പോൾ അതെന്ത് ചെയ്യണം? അതേപോലെ കാണാണ്ട് പഠിക്കേണ്ട സാധനമാണ്. അപ്പോൾ എന്തായിരിക്കണം? 2 ഇലക്ട്രോഡിനെ ഇത്ര എന്താ യൂണിറ്റ് ലെങ്ത് ഡിസ്റ്റൻസിലാണ് നമ്മൾ വച്ചേക്കുന്നത്. പിടി കിട്ടിയോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട. എഴുതിക്കോ. ലാംഡ എം ഇക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി, ലാംഡ എം ഇക്വൽ ടു K into 1000 divided by M. ഇത് പഠിച്ചു വെക്കണം. K into 1000 divided by M എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ലാംഡ എം ഇക്വൽ ടു K into 1000 divided by ക്യാപിറ്റൽ M. ഓക്കെ അല്ലേ? അതിൽ K എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കണം? K എന്ന് പറഞ്ഞാൽ ഇപ്പം പഠിച്ചോളൂ. കാപ്പ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. അതപ്പോൾ എഴുതിയിട്ട് K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കാപ്പ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ അല്ലേ? അത് ഇനി അടുത്ത നിങ്ങൾ എഴുതിക്കുക. അടുത്ത ഹെഡിങ് ഫുള്ള് തിയറിയാ. മനസ്സിലായാലും പറയണേ. അടുത്ത എഴുതിക്കോ. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആണ് വിത്ത് കോൺസെൻട്രേഷൻ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുക? വേരിയേഷനാണ് പറയുന്നത്. ഏതൊക്കെ തമ്മിലുള്ള? കോൺസെൻട്രേഷനും കണ്ടക്ടിവിറ്റിയും. അപ്പോൾ എഴുതിക്കോ. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി, പിന്നെ ബാക്കി എന്താ പറഞ്ഞത്? വിത്ത് കോൺസെൻട്രേഷൻ. അതാണ് ഹെഡിങ്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇതെന്താ അർത്ഥം വരുന്നത്? കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റിക്ക് എന്താണ് സംഭവിക്കേണ്ടത്? അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എഴുതിക്കോ അതിൻ്റെ താഴെ. കോൺസെൻട്രേഷൻ ഡിക്രീസസ്, എന്തായിരിക്കണം? കണ്ടക്ടിവിറ്റി K എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കൂടോ കുറയോ? ഏതെങ്കിലും തട്ടിക്കോ. ഏതാന്ന് നോക്കാം. ശരിയാവോ നോക്കാമല്ല. കൂടോ കുറയോ? കൂടൂല, കുറയും. അപ്പോൾ എഴുതിക്കോ കുറയും. കോൺസെൻട്രേഷൻ
അപ്പോൾ എന്ത് ചെയ്യണം, സൈഡിലേക്ക് ഇങ്ങനെ എഴുതിയാലും മതി. കോൺസെൻട്രേഷൻ ഡിക്രീസസ്, കെ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും കൂടുന്നു വിചാരിക്കും, പക്ഷെ അങ്ങനെയാണോ? അല്ല, ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസസ്, കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. അതിൻ്റെ താഴെ എഴുതിയിട്ടോ, ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്, ഫോർ FOR ആണ്, ഫോർ ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടക്ടിവിറ്റി always decreases with dilution. Always decreases with dilution. എഴുതിയോ? നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ട്, ആസ് ഡയലൂഷൻ ഇൻക്രീസസ്, അതിന് കാരണമായിട്ടാണ് പറയുന്നത്, ആസ് ഡയലൂഷൻ ഇൻക്രീസസ് കോമ ദി നമ്പർ ഓഫ് ions per unit volume decreases and hence the conductivity decreases. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എടാ, അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഫസ്റ്റ് പഠിച്ച റെസിസ്റ്റൻസ് പഠിച്ചു, രണ്ടാമത്തെ ഏതാ പഠിച്ചത്? കണ്ടക്റ്റൻസ് പഠിച്ചു. പിന്നെ ഇപ്പോൾ എന്താ പഠിച്ചത്? മോളാർ കണ്ടക്ടിവിറ്റി ആണോ കണ്ടക്റ്റൻസ് ആണോ പഠിച്ചത്? മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ, കണ്ടക്ടിവിറ്റി അല്ലേ പഠിച്ചത്? അപ്പോൾ അത്രയും കാര്യങ്ങൾ 3 പഠിച്ചു. പിന്നെ അതുമായിട്ട് വേരിയേഷൻ, കോൺസെൻട്രേഷനും കെയും തമ്മിലുള്ള, കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള എന്ത് പഠിച്ചു? വേരിയേഷനും പഠിച്ചു. 4 പഠിച്ച്. അപ്പോൾ ഒന്നാമത്തെ ഏതാന്ന് പറഞ്ഞു തന്നെ? റെസിസ്റ്റൻസ്. നിങ്ങൾ പറഞ്ഞു തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ച? ഇക്വേഷൻസ് ഓരോന്നായിട്ട് പോരട്ടെ. അതായത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം, ഇലക്ട്രോൺസിന്റെ ഫ്ലോനെ തടഞ്ഞു നിർത്തുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. യൂണിറ്റ് എന്താ പഠിച്ചേ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ് നമ്മൾ പഠിച്ചു. പിന്നെ ഇക്വേഷൻ പറഞ്ഞേ, R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പഠിച്ചേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതി? R പ്രൊപ്പോർഷണൽ ടു L/A. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? R = റോ L/A എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ശരിയല്ലേ? അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ? വേറെ ഒരു കാര്യം കൂടി പഠിക്കണമല്ലോ. വേറെ വല്ലതും പഠിക്കണോ? അവിടുന്ന് വേണോ? റോയുടെ പേരറിയണ്ടേ? റോയുടെ പേരെന്താ? റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അത്രയും പഠിച്ചാൽ പോരെ? വേറെ വല്ലതും വേണോ? വേണ്ട. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസിനെ C വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക? അല്ലല്ലോ. എന്തായിരിക്കണം? G ആണ്. കാരണം C വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരാളുണ്ട്, അയാളുടെ പേരെന്താണ്? കോൺസെൻട്രേഷൻ. ഓക്കെ അല്ലേ? കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു നോക്കുക, കണ്ടക്റ്റൻസ് G എന്ന് പറഞ്ഞാൽ എന്താ? G = 1/R എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കണം? റെസിപ്രോക്കലാണ്, അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുക. മനസ്സിലായോ? അപ്പോൾ G = 1/R ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, R = റോ L/A നമുക്കറിയാം. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. 2 ഇക്വേഷൻ ഇടയിൽ വരുന്നുണ്ട്, അത് നമുക്ക് വെറുതെ എന്ത് ചെയ്യുക? വായിച്ചു നോക്കിയാൽ മതി. പക്ഷേ ഫൈനൽ ഇക്വേഷൻ നമുക്ക് വേണം. അതായത് ഇവിടെ ഉണ്ടാവുന്ന 1/ρ എന്തായിട്ട് മാറി? K ആയിട്ട് മാറും. അത് പഠിച്ചു നോക്കണേ. 1/ρ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആണ്, K ആയിട്ട് മാറും. അപ്പോൾ G = K × A/L എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ G = K × A/L. ഇതാണ് നമുക്ക് ഫൈനൽ വേണ്ട ഇക്വേഷൻ. ഓക്കെ അല്ലേടാ? അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി ഇത് രണ്ടും തുല്യമാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? L ഉം A യും എന്താക്കിയാൽ മതി?
കോൺസ്റ്റന്റ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ യൂണിറ്റി ആക്കിയാൽ മതി. അത് നമുക്ക് അറിയാവുന്ന കാര്യവും. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിച്ച അവസാനം നമ്മൾ പറഞ്ഞ എന്താ, മോളാർ കണ്ടക്ടിവിറ്റി ആണ് പറഞ്ഞത് അല്ലേ. അടുത്ത മോളാർ കണ്ടക്ടിവിറ്റി. പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാ. ഒരു മോൾ ആയിരിക്കണം എടുക്കേണ്ടത് അല്ലേ. ഒരു മോള് എന്ത് സൊല്യൂഷൻ അവിടെ എടുത്തേ നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ പഠിച്ച സാധനം നിങ്ങൾ നോക്കിക്കേ. നമ്മൾ എന്താ ചെയ്തേ, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ നിങ്ങൾ നോക്കിക്കേടാ 2 ഇലക്ട്രോഡ് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇങ്ങനെ തന്നെ വിചാരിക്കും നിങ്ങൾ. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഇപ്പൊ ഞാൻ തൽക്കാലം ZnSO4 ആണെന്ന് വിചാരിച്ചോ. വേറെ എന്താ പറയുക, ഒരെണ്ണം സിങ്കും ഒരെണ്ണം കോപ്പർ ഇലക്ട്രോഡും ആണെന്ന് നിങ്ങൾ ചുമ്മാ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിലേതാ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാൻ പറ്റുക. വെള്ളത്തിലുള്ള സാധനത്തിന് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കത്തുള്ളൂ. അപ്പൊ ഏതായിരിക്കണം ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുന്നത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ നോക്കണേ, ഇവൻ എന്തായിരിക്കൂടാ, ഇലക്ട്രോലൈറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആണെന്ന് കിട്ടി. പിന്നെ അടുത്ത നോക്കണം, ഇതെന്തായിരിക്കണം, 2 ഇലക്ട്രോഡുകളാണ് അല്ലെ. അപ്പൊ അതാ പറഞ്ഞേക്കണേ, 2 ഇലക്ട്രോഡിനെ നമ്മൾ എങ്ങനെ വച്ചേക്കണേ, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലല്ലേ നമ്മൾ വച്ചേക്കുന്നേ. അടുത്ത വായിച്ച യൂണിറ്റ് ഡിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞേക്കാം അവര്. അപ്പൊ യൂണിറ്റ് ഏരിയ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുക. അപ്പൊ 2 ആൾക്കാർക്ക് ഇടയിലാണ് ആ സൊല്യൂഷൻ ഉള്ളത്. മനസ്സിലാക്കി വെക്കണം അല്ലെ. അപ്പൊ അത്രയും കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. അപ്പൊ എന്ത് ചെയ്യണം, അത് കാണാതെ പഠിക്കണം. ഇനി അതിന്റെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. λm പറഞ്ഞേ K × 1000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഇത് പഠിച്ചു വെക്കണേ. അപ്പൊ K × 1000 ഡിവൈഡഡ് ബൈ M എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. ഓക്കെ അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം K എന്താണ് M എന്താന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ, λm = K × 1000 ഡിവൈഡഡ് ബൈ M. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേ, λm = K × 1000 ഡിവൈഡഡ് ബൈ M. ഓക്കെ ആണല്ലോ, അതും നമ്മൾ പഠിച്ചു. അപ്പോൾ λm = K × 1000 ഡിവൈഡഡ് ബൈ M. അത് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞേ, കണ്ടക്ടിവിറ്റിയും K എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടക്ടിവിറ്റി അല്ലേ. C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, കോൺസെൻട്രേഷനും. അത് തമ്മിലുള്ള എന്തായിരിക്കണം, വേരിയേഷൻ ആണ് അടുത്ത് പറഞ്ഞത് അല്ലേ. അപ്പൊ കോൺസെൻട്രേഷനും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള വേരിയേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. കണ്ടക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കണ്ടക്ടിവിറ്റി കുറയും. അതെന്താന്ന് പറഞ്ഞു തരാം. അതായത് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ നോക്കിക്കേ, ഒരു പാത്രം എടുത്തു എന്ന് വിചാരിച്ചോ. രണ്ടും നമ്മൾ എഴുതിയേക്കണ പോയിന്റ് പറയാൻ പോവാണ്. ഈ വെള്ളം കോൺസെൻട്രേഷൻ കൂടിയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. കോൺസെൻട്രേഷൻ കൂടുതലാണ്. ആദ്യം എടുത്തേക്കണ ഒരു പാത്രത്തിൽ എന്താ കോൺസെൻട്രേഷൻ കൂടുതലാണ് നിങ്ങൾ വിചാരിക്കുമോ. ബോറടിക്കണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചെറിയ ബ്രേക്ക് വരാം. ഓക്കെ, കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് വിചാരിച്ചോടാ. അതിനെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഇതിനെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാന്ന് വിചാരിച്ചോ. അതിനെ എനിക്ക് ഡൈലൂട്ടഡ് ആക്കണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കണം. എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം കോരി ഒഴിച്ചാൽ പോരെ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, കോൺസെൻട്രേഷൻ കൂടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ പോരെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിനെ എന്താക്കി, വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് നേർപ്പിക്കുക അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യാന്നായി മാറി അല്ലേ. അപ്പോൾ ഇതിന് എന്ത് സംഭവിച്ചു, ഡൈലൂഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടെ എന്താ നടന്നേ, കോൺസെൻട്രേഷൻ കുറയാണോ കൂടുക ചെയ്തേ, കുറഞ്ഞു അല്ലേ. അതായത് നിങ്ങൾ പഞ്ചസാര വെള്ളം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, കോൺസെൻട്രേഷൻ കുറയും. അത് നമുക്കറിയാലോ. അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കോൺസെൻട്രേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഡൈലൂഷൻ എന്ത് ചെയ്യും, ഡൈലൂഷൻ അവിടെ കൂടിയിട്ടുണ്ട്, കോൺസെൻട്രേഷൻ കുറഞ്ഞു. കാരണം വെള്ളം കോരി ഒഴിക്കുക ചെയ്ത്, അപ്പോൾ ഡൈലൂഷൻ കൂടിയില്ലേ. അപ്പോൾ നോക്കാം, കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, ആ വെള്ളത്തിൻ്റെ അകത്തുള്ള കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും, കുറയും. അതായത് ഇവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ്. ഈ കാര്യം മറന്നു പോകാൻ പാടില്ല. ഇതാണ് വേരിയേഷൻ. എന്തായിരിക്കണം, കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും, കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഹെഡിങ് എന്തായിരിക്കണം, നിങ്ങൾ പറഞ്ഞു തന്നെ. നെക്സ്റ്റ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷനും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള വേരിയേഷൻ അല്ലേ അടുത്ത് എഴുതണ്ടേ. അപ്പോൾ എഴുതിക്കോ, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് എന്തായിരിക്കണം, കോൺസെൻട്രേഷൻ
കോൺസെൻട്രേഷൻ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ. എന്തായിരിക്കും ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ? കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? അല്ല, കുറഞ്ഞു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു സ്ഥലത്ത് കുറഞ്ഞു, അപ്പോൾ ഈ സ്ഥലത്ത് എന്തായിരിക്കും സംഭവിക്കുക? കൂടും. അപ്പോൾ എഴുതിക്കോ, ഇൻക്രീസസ്. കോൺസെൻട്രേഷൻ ഡിക്രീസസ്, മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. കോൺസെൻട്രേഷൻ എഴുതിയിട്ട് വർത്താനം പറയുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഡിക്രീസസ്, മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. എപ്പ നോക്കിയാലും അതെ, ഇത് എന്നെ പരിപാടി. ഞാൻ വിചാരിച്ചോളൂ എന്താ വീഴാത്തേന്ന്. അയ്യോ, കസേരയും കൂടി ഫാൻ വേണ്ടേ? ഏത് സ്വിച്ചാന്നാവോ? എല്ലാം ഓഫ് ചെയ്ത് നോക്കാം. അപ്പം അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ വായിച്ചു നോക്ക്. വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ വായിച്ചു നോക്കിയാൽ അതിലെ ക്വസ്റ്റ്യനും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഇന്ന് കുറേ നേരം ബ്രേക്ക് എടുത്തിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നാളെ പഠിച്ചാലും മതി. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതെല്ലാം മറന്നു പോകും. ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച ടോപ്പിക്ക് ഓർമ്മയുണ്ടല്ലോ, റെസിസ്റ്റൻസ് തൊട്ടിട്ട് ഇപ്പോൾ വരെയും പറഞ്ഞു മോളാർ കണ്ടക്ടിവിറ്റി തമ്മിലുള്ള വേരിയേഷൻ വരെയും പറഞ്ഞു അല്ലേ? ഓർത്തിരിക്കണേ, മറക്കല്ലേ. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പറഞ്ഞ് ഏതാണ് പഠിച്ചത് നമ്മൾ? R = ρ L/A. അതേപോലെ തന്നെ കണ്ടക്റ്റൻസ് പറഞ്ഞ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ പഠിച്ച്? G ആദ്യം തൊട്ട് പറയണം. G = 1/R. നെക്സ്റ്റ് ഏതാ വരുന്നത്? G = 1/, അത് പഠിച്ചു. പിന്നെ ലാസ്റ്റത്തെ പഠിച്ച എന്താ? ലാസ്റ്റത്തെ K കൊടുത്തിട്ട് എന്താ ചെയ്ത്? K × A/L. അത് ഓർത്തിരിക്കണേ, അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ യൂണിറ്റ് പറഞ്ഞു തന്നേ, രണ്ടെണ്ണത്തിൻ്റെ യൂണിറ്റ് ഉണ്ടല്ലോ. ആദ്യത്തെ ഓം തിരിച്ചിട്ടാൽ 3 വിളിച്ച് അത് എന്തായിരിക്കണം? G ആയിരിക്കണം അല്ലേ? പിന്നെ ഒരെണ്ണോടിയും പഠിച്ചു ഓം ഇൻവേഴ്സ്. ഒരെണ്ണോടി ഉണ്ടല്ലോ എസ് വെച്ച് തുടങ്ങുന്നത് സൈമൻസ്, അതും പഠിച്ചു. പിന്നെ അടുത്ത എന്താ പറയുക? രണ്ടിലും എന്താ തുല്യമാക്കണമെങ്കിൽ എല്ലും എയും എന്താക്കണം? കോൺസ്റ്റന്റ് ആക്കണം. രണ്ട് കേസിലും അങ്ങനെ തന്നെയല്ലേ വരുന്നത്, അത് പഠിച്ചു. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റി പറഞ്ഞു തന്നേ, ഇക്വേഷൻ പറഞ്ഞാൽ മതി. മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ അത് ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഇക്വേഷൻ എന്താ? K × 1000 ആണോ? /M അല്ലേ? K എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പ, അഥവാ എന്ത് വിളിച്ചു? മോളാർ അല്ല, കണ്ടക്ടിവിറ്റി. വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുക. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ Kയുടെ വേറൊരു പേരാണ് കാപ്പ എന്ന് വിളിക്കുക, മറക്കല്ലേ അത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോൺസെൻട്രേഷനും Kയും തമ്മിലുള്ള കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള വേരിയേഷൻ പറഞ്ഞു. എന്താ വേരിയേഷൻ? K കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? K എന്ന് പറയുന്നതും കുറയും. ഇനി തിരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിലോ? മോളാർ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മോളാർ കണ്ടക്ടിവിറ്റിക്ക് ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഇത് ഇനി എന്താ ചെയ്യണ്ടേ? ഈ സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. മനസ്സിലായോ? അതാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഇതിനൊരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് കിട്ടുക, അതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുത്തു വെച്ചോളൂ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ.
എന്നിട്ട് ഗ്രാഫ് വരച്ചേടാ. എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കുക? ഇതിൽ ഏതാ എക്സ് ആക്സിസും വൈ ആക്സിസും? അതൊക്കെ അറിയാമല്ലോ അല്ലേ? ഏതായിരിക്കണം എക്സ്? ഇത് എക്സും ഇത് വൈയും അല്ലേ? അപ്പോൾ ഇതെന്താ എക്സ് ആക്സിസ്, ഇതെന്താ വൈ ആക്സിസ് എന്ന് എഴുതിക്കേ. ഇതിൻ്റെ ഒപ്പം തന്നെ എഴുതി പോകാന്നേ ഉള്ളൂ. എന്നിട്ട് കൊടുക്കുക എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കുക? കോൺസെൻട്രേഷൻ സി എന്ന് കൊടുത്താൽ മതി. സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കോൺസെൻട്രേഷൻ. അറിഞ്ഞുകൂടി എഴുതിയിരുന്നേ. സി അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? സി റെസ്റ്റ് ഹാഫ് എന്ന് കൊടുക്കണേ, അല്ലെങ്കിൽ റൂട്ട് സി. ഇതെല്ലാം എന്തായിരിക്കണം? കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേട്ടോ, കോൺസെൻട്രേഷൻ. ഇനി നമ്മൾ എന്തിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നേ? മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഗ്രാഫാണ്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ. നമ്മൾ എന്താ പറഞ്ഞേ? കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം കൂടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം രണ്ട് സൊല്യൂഷൻസ് ഇല്ലേ? ഏതൊക്കെ സൊല്യൂഷൻ ഉണ്ട്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്ന ഏതിൻ്റെ ആയിരിക്കണം? ഒന്ന് സ്ട്രോങ്ങിൻ്റെ, മറ്റേതെന്തായിരിക്കണം? വീക്കിൻ്റെ. കിട്ടിയിട്ടോ? അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്ട്രോങ് ഇലക്ട്രോലൈറ്റാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? വൈ ആക്സിസിൽ ലാംഡ എം ആണ് കൊടുക്കേണ്ടത്. ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി. അറിഞ്ഞു തുടങ്ങി എഴുതിയിരുന്നേ, മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിച്ചോ. ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ എഴുതിയിട്ടോ? KCl. അടുത്ത് പറയാൻ പറ്റും, ഇപ്പോൾ ചൂടെടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ KCl. അടുത്ത ഏതാ വരുന്നത്? NaCl ഒക്കെ ഉണ്ട്. ഒരെണ്ണം എഴുതി. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒന്ന് KCl, അടുത്ത എന്തായിരിക്കണം? NaCl ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ വരച്ചേടാ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക? കണ്ടക്ടിവിറ്റി എന്താ സംഭവിക്കണ്ടേ? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിയാ, ചുമ്മാ അല്ല പറയാം. മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കൂടും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റൂലോ? ശരിയാണോ? ഇങ്ങനെ ജയിക്കാൻ പറ്റൂലേ? പറ്റുമോ? കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ട് മുട്ടിച്ചു. അതായത് ഇങ്ങനെ ഡോട്ട് ഇട്ട് തന്നെ കാണിക്കണം. മനസ്സിലായോ? അതായത് നിങ്ങൾ പഠിക്കേണ്ട എന്താ? ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? കോൺസെൻട്രേഷൻ താഴോട്ട് വരുമ്പോൾ കുറഞ്ഞാണ് വരിക. കോൺസെൻട്രേഷൻ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? കുറയും. അതിനനുസരിച്ച് എന്ത് കൂടുന്നു? മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. കിട്ടിയോ? അതായത് നിങ്ങൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി മാറിപ്പോയി. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. ഓക്കെ അല്ലേ? അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്രാഫിനെ ഞാൻ എന്ത് ചെയ്തു? വൈ ആക്സിസിൽ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ ആക്സിസിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, നോക്കണേടാ, ഇവിടെ എന്താ? ഇവിടെ എത്തിക്കഴിഞ്ഞത് 0 എന്നല്ലേ നമ്മൾ വിളിക്കാറ്? മുട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ എന്താ വിളിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയും. ആ ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പോൾ എഴുതിക്കോ. ഇവിടുത്തെ കോൺസെൻട്രേഷൻ എങ്ങനെയാ വരിക? കോൺസെൻട്രേഷൻ ആണ് ഇവിടെ 0 ആയത്. ശരിയല്ലേ? കാരണം ഇവിടെ കോൺസെൻട്രേഷൻ ഒന്നും പറയാനില്ല. കാരണം ഇതെന്താ? തുടങ്ങിയതല്ലേ ഉള്ളൂ. കോൺസെൻട്രേഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ എന്ത് വിളിക്കാൻ പറ്റും? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്തായിരിക്കണം? ആ ഭാഗത്തിനെ വിളിച്ച പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പോൾ എഴുതിയിട്ടേ, ആ പോയിന്റിനെ വിളിച്ച പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഈ പോയിന്റ് ആണ് കോൺസെൻട്രേഷൻ 0 ആകുന്ന ആ പോയിന്റിനെ വിളിച്ച പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്? ഇൻഫിനിറ്റിനെ കാണിക്കുന്നത് എങ്ങനെയാടാ? ഇങ്ങനെയല്ലേ കാണിക്കാറ് അല്ലേ? അങ്ങനെ കാണിക്കുക. അപ്പം അതും കൂടി എഴുതിയിട്ട് ഫാം വേണോ? ഓക്കെ. എടാ ആദ്യം മുതലാണ് വേണ്ടേ? ഒന്നുകൂടി പറയാം, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ എന്താടാ പഠിച്ചേ? ഈ റിലേഷൻ അല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. അതായത് മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നോക്കണേ, നമ്മൾ എന്താ പറഞ്ഞേ? കോൺസെൻട്രേഷൻ കുറച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? എന്താ നടത്തേണ്ടത്? കോൺസെൻട്രേഷൻ കുറയ്ക്കണം. മനസ്സിലായോ? അത്രയും കിട്ടിയല്ലോ. അതായത് ഇത് നടക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു പാത്രത്തിലാണ്. ഒരു പാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ തൽക്കാലം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇട്ടെന്ന് വിചാരിച്ചോ. നമ്മൾ പറയുന്നത് എന്താ?
സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇട്ടാലും ഇതിൻ്റെ അകത്തേക്ക് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ KCl ആണെന്ന് വിചാരിച്ചു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള KCl എടുത്തു. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെള്ളം ഒഴിച്ചാൽ മതി. ഡൈലൂട്ട് ചെയ്യാന്നറിയാലോ, അതാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. ഇതിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ എമ്മിന് എന്ത് സംഭവിക്കും? മോളാർ കണ്ടക്ടിവിറ്റി കൂടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാധനത്തിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പോവാം. അതിന് എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുത്തു? കോൺസെൻട്രേഷൻ എടുത്തു. കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? C ½ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ √C എന്ന് കൊടുക്കാം. കിട്ടിയോ? ഇത് നമ്മൾ പഠിച്ചു നോക്കുക. എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷനും Y ആക്സിസിൽ ആരും എടുത്തേക്കുന്നത്? ലാംഡ എം എന്ന് പറഞ്ഞ മോളാർ കോൺസെൻട്രേഷനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കോൺസെൻട്രേഷൻ കുറയുകയാണ്, ശരിയല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് എന്ത് കൂടി വരുന്നുണ്ട്? മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നുണ്ട്. മനസ്സിലായോ? ഇങ്ങോട്ട് പോകണ കൂടുതലേ ചെയ്യുന്നേ. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയാണ്, മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യാണ്? കുത്തനെ അങ്ങ് കൂടി വരികയാണ്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ഏതിൻ്റെ കേസാണ് പറയുന്നേ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസാണ് പറയുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് ഇത് ഒബേ ചെയ്യാൻ പറ്റൂല, ഗ്രാഫിക്കലി പറയാൻ പറ്റൂല. എന്താന്ന് പറഞ്ഞു തരാം. അത് നോക്കിക്കേ, KCl. അപ്പോൾ നോക്കിയടാ, ഇത് കോൺസെൻട്രേഷൻ കുറഞ്ഞു, ആ സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി കൂടി. ഇത്രയും കിട്ടിയോ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി അത് കഴിഞ്ഞ ശേഷം ഇതിനെ നമുക്കിവിടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂലേ? പറ്റൂലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? Y ആക്സിസിലേക്ക് ഇതിനെ ജോയിൻ ചെയ്യിച്ചു. മനസ്സിലായല്ലോ? ഇത്രയും കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ Y ആക്സിസിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ? ആ പോയിന്റിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായി മാറി? നിങ്ങൾ നോക്കിക്കേ, 0 അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടായ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതെന്താടാ? 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കാം? 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ വിളിക്കുക? ഇൻഫിനിറ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡൈലൂഷൻ ആണ് നടന്നത്. ഇവിടെ ഇൻഫിനിറ്റ് ഡൈലൂഷൻ അല്ലേ നടന്നേ? അപ്പോൾ നമ്മൾ എന്ത് വിളിക്കണം? ഈ പോയിന്റിനെ നമ്മൾ വിളിച്ച പേരാണ് എന്തായിരിക്കണം? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. മനസ്സിലായോ? അതിനെന്താ വിളിക്കുക? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അപ്പോൾ അറിഞ്ഞു തുടങ്ങി അവിടെ എഴുതി മോളാർ കണ്ടക്ടിവിറ്റിനെ കാണിക്കാൻ ലാംഡ എന്ന് കാണിച്ചാൽ മതി. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുക. കണ്ടോ? ഇൻഫിനിറ്റ് ഡൈലൂഷൻ. നിങ്ങൾ അറിഞ്ഞു തുടങ്ങി അത് മൊത്തമായിട്ട് എഴുതണേ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഓക്കെ അല്ലേ? ഇത് കിട്ടി. പക്ഷേ ഇനി ഇത് നമ്മൾ പറഞ്ഞ ഏതിൻ്റെ കേസാ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞു തരാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് കുറച്ച് എക്സാമ്പിളും പഠിച്ചു വെക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എന്തിട്ടു? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇട്ടു എന്ന് വിചാരിച്ചോ. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. NaCl, KCl, ഇതൊക്കെ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റാണ്. അതെന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ NaCl വെള്ളത്തിലിട്ടു എന്ന് വിചാരിച്ചോ. നിങ്ങൾക്കറിയാം NaCl വെള്ളത്തിലിട്ട് അത് എന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് അയോൺസ് ആയ Na+, Cl- ആയിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കൂടാ? ഇത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ എന്തായിട്ടുണ്ട്? ഡിസോൾവ് ആയിട്ടുണ്ട്. കിട്ടിയോ? അതായത് ഡിസോൾവ് പറയുന്നേക്കാളും നല്ല എന്തായിരിക്കണം? അയണൈസ് ആയിട്ടുണ്ടെന്ന് പറയുന്നത് നല്ലത്. അപ്പൊ എന്തായിരിക്കണം? Na+, Cl- വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചേർന്നു? ലയിച്ചു ചേർന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? അങ്ങനെയുള്ള സൊല്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും. വെള്ളത്തിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. വെള്ളത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് അയണൈസേഷൻ നടക്കുന്ന ആരാണോ അവൻ എന്തായിരിക്കണം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റും. വീക്ക് ഏതായിരിക്കണം? കംപ്ലീറ്റ് ആയിട്ട് എന്ത് നടക്കത്തില്ല? അയണൈസേഷൻ നടക്കൂല. അങ്ങനെയാണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് കഴിഞ്ഞ സൊല്യൂഷനിൽ പഠിച്ചു നിങ്ങൾ. എഥനോയിക് ആസിഡിനെ കണ്ടില്ലേ? അസറ്റിക് ആസിഡ് അറിയാം. അപ്പോൾ എഴുതിക്ക് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വീക്ക്. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതാം ഒരു കോളത്തിൽ. ചുമ്മാ ഒരു പെട്ടിയിലിട്ട് വെച്ചാൽ മതി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ NaCl, KCl. അതേപോലെ തന്നെ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതിയിട്ടാൽ മതി. അത്രയും മാത്രം പഠിച്ചാൽ മതി. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ്. ഫോർമുല അറിയാലോ? CH3COOH. വേറൊരു പേരും കൂടി ഉണ്ട്, എഥനോയിക് ആസിഡ്. അപ്പോൾ എഴുതിയിടാം. അസറ്റിക് ആസിഡിൻ്റെ വേറൊരു പേരാണ് എഥനോയിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്ന് വിളിക്കുക. പിന്നെ
ബ്രാക്കറ്റിൽ എഴുതിയിട്ടോ CH3COOH. എന്തുകൊണ്ട് എഥനോയിക് ആസിഡ് എന്ന് വിളിക്കുക? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 2 കാർബൺ അല്ലേ ഉള്ളത് ടോട്ടല്. അങ്ങനെ 2 കാർബൺ വന്ന എത് ആസിഡ് അല്ലേ, അപ്പം മെഥനോയിക് ആസിഡ് എന്ന് വിളിക്കും. അസറ്റിക് ആസിഡിന്റെ വേറെ പേരെന്താ? മെഥനോയിക് ആസിഡ്. പഠിച്ചു നോക്കണേ, മെഥനോയിക് ആസിഡ്. അസറ്റിക് ആസിഡിന്റെ വേറെ പേരാണ് മെഥനോയിക് ആസിഡ് എന്ന് വിളിക്കുക. അപ്പോൾ അത് പഠിച്ചു. ഇനി അടുത്ത ഗ്രാഫ്, അടുത്ത ഏതായിരിക്കണം? ഇപ്പോൾ വീക്ക് അല്ല പറഞ്ഞ്, സ്ട്രോങ് ആ പറഞ്ഞു. ഇനി അടുത്ത ഏതായിരിക്കണം? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ചേടാ. ഇതിൻ്റെ അകത്ത് സെയിം പാറ്റേണാ വരുന്നത്. എന്താ പറയുക? കോൺസെൻട്രേഷൻ എക്സ് ആക്സിസിലും മോളാർ കോൺസെൻട്രേഷൻ മോളാർ ഇത് എന്ന് പറയുക കണ്ടക്ടിവിറ്റി എവിടെ എടുക്കണം? വൈ ആക്സിസിലും എടുക്കണം. വേഗം വരച്ചേ. ഇത്രയും വരയ്ക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എക്സ് ആക്സിസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് കാണിക്കണം? ലാംഡ എമ്മിനെ കാണിക്കുക. സോറി, വൈ ആക്സിസിൽ ലാംഡ എമ്മിനെ, എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷനും. ഗ്രാഫ് വരയ്ക്കുവാണ്. ഇത്രയും ഞാൻ വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ചേ. ഒരു എന്താ പറയുക, യു ഷേപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, പരാബോളയൊന്നും അല്ല. ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു കർവ്. അപ്പോൾ ഇത് വീക്ക് ഇലക്ട്രോലൈറ്റാ. അതിന് എക്സാമ്പിൾ ഏതാ? നമ്മളിപ്പോൾ പഠിച്ചോളല്ലോ. ഏതാടാ? അസറ്റിക് ആസിഡ്. അപ്പോൾ CH3COH എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതിയിടാം വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇതിൻ്റെ ലൈൻസിനെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റുമോ? ആദ്യത്തേൽ നമ്മൾ കൂട്ടിമുട്ടിച്ചു, അപ്പോഴാണ് നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കിട്ടിയത്. പക്ഷേ ഈ കേസിൽ നമുക്ക് നോക്കിക്കേടാ, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇവിടെ എന്താ സംഭവിക്കണമെന്നെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ലൈൻസിനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, പാരലായിട്ട് പോകുന്ന ലൈൻസിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടില്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലൈൻസിനെ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഇവിടെ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? നിങ്ങൾ നോക്കിക്കേ. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ഇവിടെ വന്ന് കൂട്ടി യോജിക്കണമായിരുന്നു, ശരിയല്ലേ? പക്ഷെ അങ്ങനെയാണ് വരുന്നത്? അല്ല, ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരത്തുള്ളൂ, ശരിയല്ലേ? അപ്പം മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ എഴുതിയിട്ടെ, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ കണ്ടുപിടിക്കാൻ പറ്റൂല. എന്നിട്ട് ഗ്രാഫ് വരച്ചിടണേ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കിട്ടിയോ? ഇത്രയും മനസ്സിലായല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പം മോളാർ കണ്ടക്ടിവിറ്റി ആർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഗ്രാഫ് വഴി? നമുക്ക് ഒരാൾ മാത്രം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പം ഇനി എന്തായിരിക്കും നമ്മുടെ അടുത്ത സംഗതി? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇത് ചുമ്മാ ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിനെന്തായാലും കണ്ടുപിടിച്ചല്ലേ പറ്റത്തുള്ളൂ. അതിനെന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ലോയുടെ പേരെന്തായിരിക്കണം? നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, K വെച്ചിട്ട് പോകുന്ന ഏതായിരിക്കണം? കോൾറാഷസ് ലോ. മനസ്സിലായോ? അപ്പോൾ നോക്കണേ, അടുത്ത സാധനം അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താണ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ആ രീതിക്ക് ഓരോന്നും കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എന്താ, ഇടയ്ക്ക് വെച്ച് കണക്ഷൻ പോയി കഴിഞ്ഞാൽ കിട്ടൂല. നമ്മളിപ്പോൾ പഠിച്ച എല്ലാവരും ഓർഡറിലല്ലേ വന്നേക്കുന്നത്, അതാ മനസ്സിലാക്കണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞു മോളാർ കണ്ടക്ടിവിറ്റി നമുക്കറിയാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് ഗ്രാഫിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കണ്ടുപിടിക്കാൻ പറ്റൂല. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ, ശരിയല്ലേ? അങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഗ്രാഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോ ഒബേ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മാത്രമാണോ ഈ ലോ ഒബേ ചെയ്യുക എന്ന് ചോദിച്ചാൽ അല്ല. എന്തും പറ്റും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും ഒരേപോലെ ഇത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന് വേണ്ടിയിട്ട്
മാത്രം നമുക്കിത് ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത ഗ്രാഫിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് മതി? വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ചിട്ട് കോൾറാഷസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫിക്കലി കിട്ടുന്നതുകൊണ്ട് പിന്നെ അത് നോക്കണോ? വേണ്ട. അപ്പോൾ അതാണ്. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതിയ കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ സ്പെല്ലിംഗ് ആണോ? സ്പെല്ലിംഗ് ഞാൻ തന്നെ നോക്കട്ടെ. ഒരു വൃത്തിയിട്ട പേരാ. എഴുതിക്കോ. KOHLRA എഴുതിയോ? USCHS കോൾറാഷസ് ലോ. അറിയാലോ. ഇനി അതിൻ്റെ താഴെ എഴുതിക്കേ. ലോ പറഞ്ഞു തരാം. അതെന്ന് എഴുതിയിട്ടേ. The law state that the limiting molar conductivity. എടാ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞില്ലായിരുന്നോ? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അതിൻ്റെ വേറൊരു പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതും കൂടി എഴുതിയിട്ട് എവിടെ? നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, അതിൻ്റെ വേറെ പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ എഴുതിക്കോ. ദി ലോ സ്റ്റേറ്റ് ദാറ്റ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് can be represented as the sum SUM ആണ്, as the sum of the individual contribution of the anion and the cation of the electrolyte. അപ്പോൾ ഇൻഫിനിറ്റ് ഡൈലൂഷനെ കാണിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം? അവിടെ ലാംഡ എം. ഞാൻ പറഞ്ഞില്ലേ ഇൻഫിനിറ്റി കാണിക്കണം എന്ന്. അപ്പോൾ എന്ത് കാണിക്കണം? ഇങ്ങനെ കാണിക്കാം അല്ലേ? അപ്പോൾ നോക്കണേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? ലാംഡ എം 0 എന്ന് കാണിക്കാം. അപ്പോൾ ഇതെന്തായിരിക്കണം? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഓക്കെ, മനസ്സിലാക്കണേ. ഇതിനെന്താ വിളിക്കുക? ലാംഡ എം കൊടുത്തിട്ട് മുകളിൽ ഇൻഫിനിറ്റി കൊടുത്ത് എന്ത് വിളിക്കണം? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. 0 കൊടുത്താലോ അത് തന്നെ. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. രണ്ട് പേര് ഓർത്തിരിക്കണേ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടി ഹെഡിങ് എഴുതിയിട്ട് അത് എഴുതിയിട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ല, അവിടെ എത്തുമ്പോൾ 0 എന്ന് പറഞ്ഞില്ലേ, ആ കാര്യം തന്നെയാണ്. അപ്പോൾ എഴുതിക്കോ അത്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുക്കുക ലാംഡ M0, അല്ലെങ്കിൽ എന്ത് കൊടുക്കുകയാണ്? ലാംഡ M ഇൻഫിനിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. താഴെ എഴുതിക്കോ. വെൻ ഡൈലൂഷൻ reaches maximum or concentration approaches എന്തായിരിക്കണം? എവിടെ എത്തണം കോൺസെൻട്രേഷൻ? നിങ്ങൾ പറഞ്ഞേ, ഗ്രാഫ് നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെ വരണം? 0. അപ്പോൾ എഴുതിക്കോ. വെൻ ഡൈലൂഷൻ റീച്ചസ് മാക്സിമം ഓർ കോൺസെൻട്രേഷൻ അപ്രോച്ച് 0. The molar conductivity become maximum. And it is called the limiting molar conductivity. എഴുതിയോ? എന്നിട്ട് അതിനെ എന്താ വിളിക്കും? ലാംഡ M0 അല്ലെങ്കിൽ ലാംഡ M ഇൻഫിനിറ്റി. എഴുതിയല്ലോ നേരത്തെ. അതാ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞേ?
മാക്സിമം ഡൈലൂഷനിലുള്ള കണ്ടക്ടിവിറ്റീനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഈ പറഞ്ഞ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അവിടുത്തെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കണം? കോൺസെൻട്രേഷൻ അപ്രോച്ച് ചെയ്യുന്ന എന്തായിരിക്കണം? 0 ആയിരിക്കണം. അത് തന്നെയാണ് നമ്മൾ ഗ്രാഫിക്കലി നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ അല്ലേ? ഇനി അത് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത് എന്തായിരിക്കും? കോൾറാഷസ് ലോ എന്താണെന്ന് എഴുതി നമ്മൾ അതിൻ്റെ താഴെ എന്ത് എഴുതണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചോടാ. ലാംഡ, ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആട്ടോ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ലാംഡ ഞാൻ പറഞ്ഞില്ലേ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പോൾ എന്ത് കാണിക്കണം അവിടെ? 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി കാണിക്കണം. കോൾറാഷസ് ലോ വായിച്ച് നിങ്ങൾ അവിടെ എന്താ പറഞ്ഞേക്കണം? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് ഒരു സെൻറ്റൻസ് ഇല്ലേ? അതിൻ്റെ വേറൊരു പേരെന്താ? ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? നമുക്കറിയാം. അപ്പോൾ എന്ത് എഴുതണം? നമുക്ക് ഇങ്ങനെ പറയാം, ഇത് ലാംഡ. നിങ്ങൾ രണ്ടും ഒരേ സാധനം തന്നെയാണെന്ന് വിചാരിക്കല്ലേ. ഞാനിപ്പോൾ എഴുതിയപ്പോൾ മാറിപ്പോയി, ഇങ്ങനെ തന്നെ കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ലാംഡ എം ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റും? 0 കൊടുക്കണം അല്ലേ? ഇനി ആരുടെ കണ്ടുപിടിക്കാൻ പോകുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ NaCl എടുത്തു. അതേപോലെ തന്നെ ഇനി ഞാൻ വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു എന്ന് വിചാരിച്ചോ. നോക്കണേ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ എക്സാമ്പിൾ ഏതാ പറഞ്ഞേ? വേഗം പറയും. CH3COOH. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈക്വൽ ടു. നിങ്ങൾ പറഞ്ഞേ എന്താക്കണം എന്നാ പറഞ്ഞേക്കണേ? 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയോൺസ് ആക്കണം. അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്നെ എഴുതാൻ പറ്റും ലാംഡ M0 Na പ്ലസ് ബാക്കി ബാക്കി ആരോള്ളേ? Cl മൈനസ്. അപ്പോൾ എങ്ങനെ എഴുതാം? ലാംഡ M0 Cl മൈനസ്. പക്ഷേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഇതേപോലെ കണ്ടുപിടിക്കണോ? വേണ്ട. നമുക്ക് എന്ത് കണ്ടാൽ മതി? ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാം. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ഇതേപോലെ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? നിങ്ങൾ പറഞ്ഞു തന്നെ ലാംഡ M0 CH3 COO മൈനസ് ആയിട്ട് മാറും അല്ലേ? ഒരെണ്ണം പ്ലസ് ബാക്കി ആരുള്ളേ? ലാംഡ M0 H പ്ലസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി കൊടുക്കുക. ആ ഇതിൻ്റെ കോൾറാഷസ് ലോയുടെ അടിയിൽ താഴേന്ന് ഇത് എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതിയിട്ടേ. ഇത് 2 എണ്ണം. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, നെക്സ്റ്റ് ഏതാ? വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ്, നെക്സ്റ്റ് ഏതാ? വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ്ങും പഠിച്ചു, വീക്കും പഠിച്ചു നമ്മൾ. ഇനി നിങ്ങൾ അതിൻ്റെ താഴെ ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷസ് ലോ എന്ന് എഴുതിക്കുക. ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷസ് ലോ. എന്നിട്ട് അതിൻ്റെ താഴെ പോയിന്റ് കാണാതെ പഠിക്കേണ്ടതാണ്, എഴുതിക്കോ. ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ M0. അതെന്ന് വെച്ചാൽ എന്തായിരിക്കണം? നിങ്ങൾ പറഞ്ഞേ ലാംഡ M0 എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കണം? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ലാംഡ M0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ആപ്ലിക്കേഷൻ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്തായിരിക്കണം? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് വഴി കിട്ടും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? കോൾറാഷസ് ലോ ഉപയോഗിക്കണം. അതാ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഡിറ്റർമിനേഷൻ ഓഫ് ലാംഡ M0 ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എഴുതിയോ? നെക്സ്റ്റ് എഴുതിക്കേ രണ്ടാമത്തെ പോയിന്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ of weak electrolyte. Determination of degree of dissociation of weak electrolyte. അതിൻ്റെ താഴെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാടാ? നിങ്ങൾ പണ്ട് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചാണല്ലോ. ഏതാ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഓർമ്മയുണ്ടോ? ആൽഫ. അപ്പോൾ ആൽഫ എന്ന് എഴുതാൻ അറിയാമല്ലോ, അറിഞ്ഞുകൂടെ? അപ്പോൾ ആൽഫ ഈക്വൽ ടു
ആൽഫ ബീറ്റ ഗാമ അതിൽ ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ M0 ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ M0 എഴുതിയോ? ഇനി ലാംഡ എം എന്ന് പറഞ്ഞ് എഴുതിയിട്ടോ എന്തായിരിക്കണം നിങ്ങൾ പറഞ്ഞേ? എന്തായിരിക്കണം? ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് നോർമലി ഉള്ള 0 കൊടുത്തതിന് ലിമിറ്റിംഗ് മോളാർ വരും, മറ്റേതാണെങ്കിൽ നോർമലുള്ള കണ്ടക്ടിവിറ്റി അല്ലെ, മോളാർ കണ്ടക്ടിവിറ്റി. ഇതിൻ്റെ താഴെ ഒരു ഇക്വേഷൻ കൂടി എഴുതിക്ക്, കെ ഈക്വൽ ടു കെ എന്ന് വെച്ചാൽ എന്താ? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. കഴിഞ്ഞ വർഷം പഠിച്ചതാ. കെ എന്ന് പറഞ്ഞാൽ എന്താ? കെ എന്ന് എഴുതാം, അടിയിൽ സ്മോൾ ലെറ്റർ എ എഴുതിയോ? കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. എന്നിട്ടൊരു പെട്ടിയിലിട്ട് വെച്ച് കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. അത് പഠിക്കണേ, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ട് പറയുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ കണക്ട് ചെയ്ത ഇക്വേഷൻ ഉണ്ടാക്കിയ മനസ്സിലായത്. ഇത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു ആൽഫ ഈക്വൽ ടു ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ M0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതറിയാൻ നിങ്ങൾക്ക് എന്താണെന്ന് ഒരു ഇക്വേഷൻ പഠിച്ചു. രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾക്കറിയണം, കെ കണ്ടുപിടിക്കണം, അതായത് സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. ഈ സാധനം പഠിക്കണം, പല സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ വരും. മനസ്സിലായോ? അപ്പോൾ അതെന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്ക്, ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇതിന് ആൻസർ നിങ്ങൾ പറയണേ. ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, limiting molar conductivity of weak electrolyte can be calculated by using the law. ഒന്നാമത്തെ ഓപ്ഷൻ ഫാരഡേസ് ലോ, എന്തായാലും പഠിച്ചിട്ടില്ല, അപ്പോൾ അതെന്തായാലും അല്ല. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ കോൾറാഷസ് ലോ. ആൻസർ കിട്ടിക്കാണും. ബാക്കി രണ്ടെണ്ണം ഈ ചാപ്റ്റർ അല്ല, ഹെൻറീസ് ലോ ആൻഡ് റോഡ്സ് ലോ. ഹെൻറീസ് ലോ, നെക്സ്റ്റ് ഏതാ? റോഡ്സ് ലോ. അപ്പോൾ ഏതാ ആൻസർ പറഞ്ഞു? കോൾറാഷസ് ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ലോസ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവാം. ഹെൻറീസ് ലോ എന്താ? കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച, വേഗം പറയും. ഉറക്കെ പറയേ. സോലിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പറഞ്ഞേക്കണേ? പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? പ്രഷർ മീൻസ് പാർഷ്യൽ പ്രഷർ. പിന്നെ വേറൊരു നോടി ഉണ്ടല്ലോ അവിടെ, ഏതാണ്? പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ. ഒരെണ്ണോടി നമ്മൾ പറയാറില്ലേ? ഇത് മാത്രമല്ല, ഒരെണ്ണവും കൂടി ഏതായിരുന്നു? മോൾ ഫ്രാക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് പറയാറുണ്ട് അല്ലേ? അപ്പോൾ രണ്ടെണ്ണം അവിടെ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഹെൻറീസ് ലോയും റോഡ്സ് ലോയും തമ്മിൽ തുല്യമാകണമെങ്കിൽ ഒരാൾ എന്താ ഇക്വലായാൽ മതി. ആരായിരിക്കണം? അതിലുള്ള കോൺസ്റ്റൻറ്റുകൾ തമ്മിൽ എന്താക്കിയാൽ മതി? ആ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ അത് പഠിച്ചു. നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട എന്താണ്? കോൾറാഷസ് ലോ. അപ്പോൾ കോൾറാഷസ് ലോ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നേ. ഞാൻ ഈ കാര്യം ഒന്നും കൂടി ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ച? റെസിസ്റ്റൻസ് പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റെസിസ്റ്റൻസ് അല്ലേ? അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ഹിൻഡ്രൻസ് ചെയ്ത് നിർത്തുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എന്തായിരുന്നു? ആർ ഇക്വൽ ടു റോ എൽ ബൈ എ ആണ് ഫൈനൽ ഇക്വേഷൻ വരിക. യൂണിറ്റ് ഓം എന്ന് അറിയാം. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന. ഇനി കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. കണ്ടക്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? ജി എന്നുള്ള ലെറ്റർ ആണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ ജി ഈക്വൽ ടു 1/r എന്ന് കിട്ടും. ഫൈനൽ ഇക്വേഷനും നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? അത് നമ്മൾ പഠിച്ചു. വേണമെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കണം? ഓം ഇൻവേഴ്സ് എന്ന് വിളിക്കാം, മോ എന്ന് വിളിക്കാം, സൈമൻസ് എന്ന് വിളിക്കാം. അതും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പോരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം മോളാർ കണ്ടക്ടിവിറ്റിയെ പഠിച്ച്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? ലാംഡ എം ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. മറക്കല്ലേ, ക്യാപിറ്റൽ എം. അത് കഴിഞ്ഞു. ഇനി മോളാർ കണ്ടക്ടിവിറ്റിയും അതേപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ തമ്മിലുള്ള വേരിയേഷൻ പഠിക്കണം.
അതേപോലെ തന്നെ നോർമൽ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ തമ്മിലുള്ള വേരിയേഷനും പഠിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള കാര്യം എന്താണ് പറഞ്ഞത്, നോർമൽ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, കോൺസെൻട്രേഷൻ കുറയ്ക്കണം എങ്ങനെയാണ്, ഡൈലൂഷൻ നടത്തിയാണ് കോൺസെൻട്രേഷൻ കുറയ്ക്കുക അല്ലേ. അങ്ങനെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞ് നമ്മൾ ഡിക്രീസ് ചെയ്യും എന്നല്ലേ പറഞ്ഞേ. ഇനി അടുത്ത കേസിലാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റിയും വേറൊരെണ്ണോടി ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല വേരിയേഷൻ എന്തായിരുന്നു, കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തരത്തിലുള്ള ഇലക്ട്രോലൈറ്റിനെ എടുത്തു. ഏതൊക്കെയായിരുന്നു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, നെക്സ്റ്റ് ഏതാടാ വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു. അപ്പോൾ നോക്കണേ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ വെള്ളത്തിലിട്ടാൽ കംപ്ലീറ്റ് ആയിട്ട് എന്താവും, അയണൈസേഷൻ നടക്കും, മറ്റത് എന്താ നടക്കുള്ളൂ, പാർഷ്യൽ അയണൈസേഷൻ നടക്കുള്ളൂ. കിട്ടിയോ, അത് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടിയേ, സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത് അല്ലേ. അതായത് ഒറിജിനൽ അല്ല, അല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോൺസെൻട്രേഷൻ കുറയുന്നു, ആ സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ ഇവിടെ ഫിക്സഡ് ആക്കി വൈ ആക്സിസിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിച്ചു. ആ സമയത്ത് നമുക്കറിയാം ഇവിടെ കോൺസെൻട്രേഷൻ 0 ആയി. ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കും, കോൺസെൻട്രേഷൻ 0 ആയി, മോളാർ കണ്ടക്ടിവിറ്റി എന്തായി, മാക്സിമത്തിലെത്തി. ശരിയല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് പറയാൻ സാധിക്കൂടാ, എന്താ പറയാൻ പറ്റുക, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയാൻ പറ്റും. അത് നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി പക്ഷേ നമ്മുടെ മറ്റേ ഗ്രാഫ് എടുത്തു, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരച്ചേ. അപ്പോൾ നമുക്കറിയാം 2 പാരലലായിട്ട് വരുന്ന ലൈൻസ് എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂല, മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ എന്തായിരിക്കണം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലോ ഒബേ ചെയ്യണം. ആ ലോയുടെ പേരെന്തായിരിക്കണം, കോൾറാഷസ് ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേണം, കോൾറാഷസ് ലോ എന്തിനു മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല, 2നും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിനും സ്ട്രോങ് ഇലക്ട്രോലൈറ്റും. അപ്പോൾ പർട്ടിക്കുലർലി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഏതായിരിക്കണം, സ്ട്രോങ് അല്ല, വീക്ക് ഇലക്ട്രോലൈറ്റിന് കൂടുതലായിട്ട് ഉചിതമാകും എന്ന് പഠിച്ചു വെക്കാം. മനസ്സിലായോ. അങ്ങനെയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഒരു എലമെൻറ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറ്റുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, കോൾറാഷസ് ലോ എന്ന് വിളിക്കുക. അതല്ലേ ഇവിടെ നിന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കറസ്പോണ്ടിങ് കോമ്പൗണ്ട് ഈക്വൽ ടു എന്തായിരിക്കണം, അതിൻ്റെ അയോൺസ് ആയിരിക്കണം അല്ലേ. അങ്ങനെ അയോൺസ് ആക്കി മാറ്റുന്നതിനെ നമ്മൾ വിളിച്ച പേരെന്തായിരിക്കണം, കോൾറാഷസ് ലോ. ഓക്കെ അല്ലേ. അതുവഴി നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റും, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതി മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ പഠിക്കുക. ഈ ഗ്രാഫുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ഏതൊക്കെ, NaCl, KCl. ഇനി അടുത്ത ഏതാ, അസറ്റിക് ആസിഡ്. വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ. ഇത്രയും ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ അത് പഠിക്കുക. പിന്നെ നമ്മൾ എന്താ, 2 ഇക്വേഷൻസ് ആപ്ലിക്കേഷനിൽ പഠിച്ചതാണ്, ഇത് ഓർത്തിരിക്കണം. ആപ്ലിക്കേഷൻ എന്താ, ഒരെണ്ണം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഇൻഫിനിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ആരുടെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്, നമുക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതെന്തിൻ്റെ തന്നെയാണ്, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യം തന്നെയല്ലേ ആപ്ലിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലാംഡ m ഡിവൈഡഡ് ബൈ ലാംഡ m0. ഇനി K എന്ന് പറഞ്ഞാൽ എന്താ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. അതായത് എന്താണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, അതായത് 2 എണ്ണത്തിനെ മുറിച്ച് സെപ്പറേറ്റ് ചെയ്യില്ലേ, അസറ്റിക് ആസിഡ് എടുത്താൽ CH3CO മൈനസും ആരാ വരുന്ന H+ ആയിട്ട് മാറുന്നതിന് നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. അതാണ് K എന്ന് വിളിക്കുക, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. അതായത് ഇതൊരു കോൺസ്റ്റന്റാ, ഇതെന്താണ്, ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ C∝² ഡിവൈഡഡ് ബൈ 1 - ആൽഫ. ഓക്കെ അല്ലേ. അത് പഠിച്ചു നോക്കുക. അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഗ്രാഫ് അടക്കം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ NCERT നോക്കട്ടെ എവിടം വരെ എന്ന് പറയാം. നിങ്ങൾ NCERT വായിക്കണം കേട്ടോ. ഈ വീറ്റ്സൺ ബ്രിഡ്ജ് ഒന്നും പഠിക്കാനില്ല കേട്ടോ, അതൊക്കെ ഫിസിക്സിൽ വരുന്നതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായി. റെസിസ്റ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ആയി. കണ്ടക്ടിവിറ്റി പഠിച്ചു. നെക്സ്റ്റ് ഇതൊന്നും പഠിക്കേണ്ട, അതേ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ നോക്കിയത് എന്താ, കണ്ടക്ടിവിറ്റി എങ്ങനെ മെഷർ ചെയ്യുന്ന, മോളാർ കണ്ടക്ടിവിറ്റി, ഇതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ വീറ്റ്സൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്, അതൊന്നും പഠിക്കണ്ട. പിന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്
ഇതേ ഗ്രാഫ്, ഈ ഗ്രാഫാണ് ഞാൻ വരച്ചത്. അതായത് നിങ്ങളുടെ ബുക്കിൽ രണ്ടും ഒരുമിച്ച് കൊടുത്തേക്കണം, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതേ KCl കൊടുത്തിട്ടുണ്ട്, അസറ്റിക് ആസിഡും കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, പഠിക്കണം. പിന്നെ നമുക്ക് ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, കോൾഡ്രാഷസ് ലോ, ആപ്ലിക്കേഷൻ നമ്മൾ സംസാരിച്ചു. പിന്നെ അതിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഇനി അതാ പഠിക്കണ്ടേ, ഫാരഡേ ലോസ്. അപ്പം അടുത്ത ഹെഡിങ് എഴുതി വെച്ചു. തീരാറായി ചാപ്റ്റർ, കുറച്ചുള്ളൂ. ഫാരഡേസ് ലോസ്. അല്ല, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എഴുതിയാലും മതി അല്ലേ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് എഴുതാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യൂട്ടെ, ഞാൻ പറഞ്ഞു തരൂല. അപ്പോൾ എഴുതിക്കോ, ദി കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ. 0.2 മോളാർ. മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി അല്ലേ? 0.2 മോളാർ. അപ്പോൾ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു നിങ്ങൾ പഠിച്ചത്? നേരത്തെ എഴുതിയില്ലേ, K/1000/M എന്ന് എഴുതിയില്ലേ? അപ്പോൾ അവിടുത്തെ M എന്തായിരുന്നു? മൊളാരിറ്റി. അപ്പോൾ എഴുതിക്കോ, ദി കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ സൊല്യൂഷൻ KCl at 298 Kelvin is 0.0248 എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈമൺ എന്നർത്ഥം. എസ് എന്ന് എഴുതിയാൽ മതി, ക്യാപിറ്റൽ ലെറ്റർ എസ്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, അതായത് സൈമൺ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ്, അതിനെ എസ് എന്ന് എഴുതിയാൽ മതി. എസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി. കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് മോളാർ കണ്ടക്ടിവിറ്റി. ചെയ്തോ, അറിയാലോ ചെയ്യാനായിട്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കേ. 0.2 മോളാർ എന്ന് പറഞ്ഞു. ആദ്യ ഇക്വേഷൻ എഴുതിക്കേ. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണ്ടേ? മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ വേഗം എഴുതുക. ഉറക്കെ പറഞ്ഞ് ഏതാന്ന് പറഞ്ഞിട്ട് എഴുതിക്കേ. λm = K/1000/M അല്ലേ? അത് വെച്ച് ചെയ്ത് ഏതൊക്കെ സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഫൈനൽ ആൻസർ പറഞ്ഞാൽ മതി എനിക്ക്.
കിട്ടിയോടാ? എന്നാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ചെയ്യണം കേട്ടോ. വേഗം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിട്ടിയ ആൻസർ 124. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? അപ്പോൾ ആൻസർ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്താൽ ചെയ്ത് നോക്കണം. കിട്ടാത്തവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ഇട്ടിട്ട് തന്നെ എഴുതണേ. ലാംഡ M0, അതായത് കോൾറാഷസ് ലോ വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഴുതാം ലാംഡ M0 ഓഫ് അസറ്റിക് ആസിഡ്. ലാംഡ M0 ഓഫ് അസറ്റിക് ആസിഡ് can be calculated if we know the lambda M0 value, we know the lambda M0 value of certain suitable strong electrolyte, explain. Certain suitable strong electrolyte, explain. എന്താ ചോദിച്ചേക്കുന്നേടാ? അതായത് നമുക്കറിയാവുന്ന ഒരു സംഗതി, അത് വേറെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. അസറ്റിക് ആസിഡിന് നമ്മൾ ഇത് പഠിച്ചിട്ടില്ലേ? എന്താ പറയുക, കോൾറാഷസ് ലോ നമുക്ക് ഓൾറെഡി എഴുതാനറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച NaClൻ്റെയും പഠിച്ചിട്ടുണ്ട്, അസറ്റിക് ആസിഡിൻ്റെയും നമുക്കറിയാം സ്ട്രോങ്ങും വീക്കും. പക്ഷേ ഇവർ ചോദിച്ചേക്കണ എന്താ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആദ്യം എഴുതിക്ക്. കോൾറാഷസ് ലോ, അസറ്റിക് ആസിഡ് അല്ലേ ചോദിച്ചേക്കുന്നേ അവർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ വീക്ക് ഇലക്ട്രോലായിട്ടുള്ള അസറ്റിക് ആസിഡിൻ്റെ സംഭവം എഴുതിക്കുക. ലാംഡ M0 CH3 COOH. ബാക്കി എഴുതിക്കുക, നിങ്ങൾക്കറിയാം. ബാക്കി എഴുതിക്കോ. അതിനെ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ M0 CH3 COO മൈനസ് പ്ലസ് ലാംഡ M0 H പ്ലസ്. ഇത് നമുക്ക് കിട്ടണം. ശ്രദ്ധിച്ചു ഒന്നുകൂടി. ഈ സാധനമാണ് നമുക്ക് കിട്ടണ്ടേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ എന്താ, ലാംഡ M അസറ്റിക് ആസിഡിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോഡിയം ക്ലോറൈഡ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ സാധനത്തിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം നമ്മൾ എടുത്തെഴുതി. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഒന്നെന്ന് പറഞ്ഞ് എഴുതിക്കേ. 1 വേറെ ഓൾട്ടർനേറ്റീവ് മെത്തേഡാട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ പറയുകയാണ്. നിങ്ങൾ എഴുതണേ ലാംഡ M0 HCl ഇതേപോലെ എഴുതിക്കേ. ഇങ്ങനെ എഴുതുക, സൈഡിൽ എഴുതുക. അത് കഴിഞ്ഞ് രണ്ടാമത്തത് ലാംഡ M0 2 പറഞ്ഞ് CH3 COONA. ഇതിനെന്താ വിളിക്കുക? സോഡിയം സാൾട്ട് ഓഫ് അസറ്റിക് ആസിഡ്. ശരിയല്ലേ? അത് കിട്ടി. ഇത് കണ്ടുപിടിക്കണം നിങ്ങൾ. ഇതേപോലെ എഴുതാനാ പറഞ്ഞത്, വേറെ ഒന്നുമല്ല, ഈ സാധനം പോലെ എഴുതാൻ. അതിന് മൂന്നാമത്തത് ലാംഡ M0 NaCl. വേഗം എഴുതിക്കേ. ഇത് 3 എഴുതിക്കേ. അത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു തരാം, ഒരു ട്രിക്കാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. നോക്കിക്കേടാ, ഇക്വേഷൻ 1 + 2 - 3 ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം എപ്പോഴും. എന്തായിരിക്കണം? ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടിയോ? പ്ലസ് എന്തായിരിക്കണം? 2. 1ഉം 2ഉം കൂട്ടുക, അതിനെന്ത് ചെയ്യണം? മൂന്നാമത്തെ റിയാക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. അപ്പോൾ ആദ്യം ഇക്വേഷൻ എല്ലാം എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റിൽ ഇട്ട് വെച്ച് 1 + 2 - 3. വേഗം എഴുതുക. ലാംഡ M0 H പ്ലസ് ലാംഡ M0 Cl മൈനസ്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. നെക്സ്റ്റ് ഏതാ? ലാംഡ M0 CH3 COO മൈനസ് പ്ലസ് ലാംഡ M0 Na പ്ലസ്. നെക്സ്റ്റ് ലാംഡ M0 Na
പ്ലസ് ലാംഡ m0 എന്ത് കിട്ടൂടാ CL മൈനസ്. ഇതല്ലേ കിട്ടുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 2 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തത് കുറയ്ക്കുക. അങ്ങനെയാണ് ചെയ്ത് നോക്കിയേ. ആ പറഞ്ഞ കാര്യം എന്തേ, ഇക്വേഷൻ നമ്പർ നോക്കണേ 1ഉം 2ഉം നമ്മൾ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ കുറയ്ക്കുക. അങ്ങനെയാണ് ചെയ്ത് നോക്കിക്കേ. എങ്ങനെ ചെയ്യുക, ആദ്യം ഇക്വേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 + 2 - 3 വേഗം ചെയ്യും. ലാംഡ ഇത് രണ്ടെണ്ണം ആഡ് ചെയ്യാന്ന് പറഞ്ഞത്, ഇത് രണ്ടും ആഡ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ. ആദ്യം തന്നെ ആഡ് ചെയ്തേ. ലാംഡ m0 h പ്ലസ് പിന്നെ എന്താ പറഞ്ഞേക്കണേ, അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നമുക്കറിയാം. ലാംഡ m0 CL മൈനസ്. നെക്സ്റ്റ് പ്ലസ് ലാംഡ m0 CH3 COO മൈനസ് പ്ലസ് ലാംഡ m0 എന്താ പറഞ്ഞേക്കണേ Na പ്ലസ്. ബാക്കി എന്താ ചെയ്യേണ്ടത്, മൂന്നാമത്തത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിനെ നമ്മൾ മൈനസ് ചെയ്യണം. ലാംഡ m0 H പ്ലസ്, അടുത്തത് മൈനസ് ചെയ്യുക. അപ്പോൾ ചെയ്തേടാ. പ്ലസ് ലാംഡ m0 Na പ്ലസ് മൈനസ് ലാംഡ m0 ഇത് പറഞ്ഞല്ലോ, ഇത് മൈനസ് അല്ലേ. ഓക്കെ, മൈനസ് ലാംഡ m0 Na പ്ലസ് മൈനസ് ലാംഡ m0 CL മൈനസ്. ഇതല്ലേ. പ്ലസും മൈനസും വന്നാൽ കുറേ ആൾക്കാരെ കട്ട് ചെയ്യുക. നോക്കിക്കേ, പറ്റൂലേ. ഇതും ഇതും ദേ ഇവിടെ മൈനസ്, ഇത് പ്ലസ്, ക്യാൻസൽ ചെയ്യാലോ. നോക്കിക്കേ, ലാംഡ m0 CL മൈനസ് ലാംഡ m0 CL മൈനസ് ക്യാൻസൽ ചെയ്യാൻ പാടില്ലേ. അതേപോലെ വേറെ ഏതാ ക്യാൻസൽ ആക്കാൻ പറ്റുക, ദേ ഒരെണ്ണം പ്ലസ് മറ്റത് മൈനസ്, പറ്റൂലേ, ക്യാൻസൽ ചെയ്യാൻ പാടില്ലേ. അപ്പോൾ ഇവനെയും നമ്മൾ ക്യാൻസലാക്കി, ഇവനെയും ക്യാൻസലായി. നോക്കണേ, Na പ്ലസ്, ഇത് ഒരെണ്ണം മൈനസ് മറ്റെന്താണ് പ്ലസ്, ഇതും ക്യാൻസലാക്കി. ബാക്കി ആരൊക്കെ ഉണ്ട്, ലാംഡ m CH3 CO മൈനസും മറ്റേതാ വരുന്നത് ലാംഡ m0 H പ്ലസും. എടുത്തെഴുതിക്കേ, ബാക്കിയുള്ളത് എടുത്തെഴുതിക്കേ. നമ്മൾ ഇതിനെ കട്ട് ചെയ്തു, ഇതിനെ കട്ട് ചെയ്തു, അതേപോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തു, ഇത് രണ്ടും കട്ടാക്കി. ദേ ഇവിടെ വരുന്ന ഇവനെയും കട്ടാക്കി, ഇവനെയും കട്ടാക്കി. ബാക്കി അവിടെ എന്തോ ഉള്ളത്, ഇതും ഇതുമാണുള്ള, ശരിയല്ലേ. അപ്പോൾ അടുത്ത് എഴുതിക്കേ, ലാംഡ m0 CH3 CO മൈനസ് പ്ലസ് ലാംഡ m0 H പ്ലസ്. ഇതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്ന സാധനം അല്ലേ. അപ്പോൾ നമുക്കതിനെ എഴുതാം, ലാംഡ m0 CH3 COO H ആയിട്ട് മാറും. കിട്ടിയോ? ഇതല്ലേ നമ്മൾ എത്തിച്ചേ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ അത് മനസ്സിലാക്കണേ. എന്തായിരിക്കും ഞാൻ പറഞ്ഞ സംഗതി ഓർത്തിരിക്കുക, 1 + 2 - 3 ആയിരിക്കണം. 1 + 2 - 3 ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് മനസ്സിലായെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യും. നിർത്താം. പറയട്ടെ ക്വസ്റ്റ്യൻ, അടുത്തെന്ന് എനിക്കറിയാം, എന്നാലും അത് മനസ്സിലാക്കണേ. ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കൂട്ടാ, ഈ സാധനം ഡയറക്റ്റായിട്ട് ചോദിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, പഠിച്ചു നോക്കണേ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇല്ലല്ലോ, ഓക്കെ അല്ലേ? പ്ലസും മൈനസും വന്ന് എന്ത് ചെയ്യണം, കട്ടാക്കണം. അതാണ്, വേറെ ഒന്നുമില്ല. അന്ന് അടുത്ത് എഴുതിക്കേ, ലാംഡ m0 for NaCl, ലാംഡ m0 for NaCl, HCl ആൻഡ് NaAC. NaAC എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം അസറ്റേറ്റ്. Na എന്ന് എഴുതാൻ, എന്നിട്ട് ഒരു ഹൈഫൻ ഇടാ, AC എന്ന് എഴുതാം. എന്തായിരിക്കണം, സോഡിയം അസറ്റേറ്റ്. അവിടെ കൊടുത്തിരിക്കുന്ന സാധനം കണ്ട, അതാണ് സോഡിയം അസറ്റേറ്റ്. R 126.4. ലാംഡ m0 for NaCl, HCl ആൻഡ് Na എന്ന് പറഞ്ഞാൽ സോഡിയം, അത് കഴിഞ്ഞിട്ട് AC എന്ന് ഇടുക. അതെന്താ, അസറ്റേറ്റ്. മനസ്സിലായോ? NaAC. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിയിട്ടോ, സോഡിയം അസറ്റേറ്റ്. R 126.4, 425.9. നെക്സ്റ്റ് ആൻഡ് 91.0, 91.0.
സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. സെൻറ്റിമീറ്റർ cm സ്ക്വയർ മോൾ ഇൻവേഴ്സ് എഴുതിയോ? റെസ്പെക്റ്റീവ്ലി കാൽക്കുലേറ്റ് ലാംഡ m0 ഫോർ HAC. അതെന്ന് വെച്ചാൽ എന്തായിരിക്കണം? അസറ്റിക് ആസിഡ് ആണ്. HAC എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റിക് ആസിഡ്. ചിലപ്പോൾ തലയിരിച്ചൊക്കെ തരും, അതുകൊണ്ടാണ് പറഞ്ഞത് HAC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അസറ്റിക് ആസിഡ്. വേഗം ചെയ്തേ. ഞാൻ പറഞ്ഞ എന്താ? NaCl അറിയാം, HCl അറിയാം, CH3COH അറിയാം. 1 + 2 - 3 വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഈ സാധനം ഉണ്ടല്ലോ, അതിൽ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഏതാ പറയണ്ടേ? HCl ഫസ്റ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ കൊടുക്കുക, അതായത് അടുത്തതിൻ്റെ വാല്യൂ കൊടുക്കുക, ഏറ്റവും അവസാനത്തിന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. നമ്മുടെ മനസ്സിൽ വേണ്ട 1 + 2 - 3. HCl വാല്യൂ വരെ തന്നിട്ടില്ലേ? എത്രയാണ് തന്നേക്കണേ? നമ്മളിവിടെ ആദ്യം എടുത്തത് HCl അല്ലേ? ഈ ഓർഡർ ആട്ടോ നോക്കണ്ടേ. ഈ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ HCl വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കണേ? 425.9. അത്രയല്ലേ തന്നേക്കണേ അല്ലേ? അടുത്ത് നോക്കാം. HCl വാല്യൂ 425.9. പിന്നെ സോഡിയം അസറ്റേറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? NaCയുടെ വാല്യൂ തന്നിട്ടുണ്ട് 91.0 അല്ലേ? അത് തന്നിട്ടുണ്ട്. പിന്നെ NaCl തന്നിട്ടുണ്ട്. അത് ചെയ്തു. കിട്ടിയ ആൻസർ കിട്ടിയ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? HCl ഇതാ നോക്കണ്ടേ? ഈ സാധനം നോക്കാം. HClന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. അറിഞ്ഞൂടെ? അതുകൊണ്ട് ഇവിടെ വാല്യൂ എഴുതാം. അതേപോലെ തന്നെ രണ്ടാമത്തെ സോഡിയം അസറ്റേറ്റിന്റെ വാല്യൂ അറിയാം, ഇതിന്റെ അറിയാം, എഴുതാം. അപ്പൊ 1ഉം 2 ഇതല്ലേ? 1 + 2 - 3. അത് ചെയ്യാനാ പറഞ്ഞേ. കിട്ടിയ? കൊള്ളാം. ആൻസർ പറയും. ഇതൊക്കെ സിമ്പിൾ സാധനം കേട്ടാ. കിട്ടിയ? എത്ര വന്നേ? ഇതുവരെ മനസ്സിലായില്ലേ? 400 അല്ല, 425.9 + 91.0 - 126.4 390. കിട്ടിയല്ലോ. 400 എങ്ങനെ കിട്ടിയേ? കൊള്ളാം. അതല്ലേ ഞാൻ പറഞ്ഞ കോഡ് പറഞ്ഞു തന്നില്ലേ? ഇത് സാധനം പഠിക്കുക. അതിനല്ലേ നിങ്ങൾ ഇത് പഠിപ്പിച്ചേ? എടാ ആദ്യം പഠിപ്പിച്ച് ഇതെന്തിനാ പഠിപ്പിച്ചേ? ഇതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം പഠിപ്പിച്ചത്. ആദ്യം മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കണം? എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. 1 + 2 - 3. അല്ലാതെ നിങ്ങൾ ജനറലൈസ് ചെയ്ത് 1ഉം 2ഉം എടുത്തിട്ട് ചെയ്യില്ലേ? അതായത് ഇതിന്റെ ഓർഡറാ നോക്കണ്ടേ. മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതായത് ഈ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് 1ഉം 2ഉം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിയിട്ട് ഇവനെ അത് തന്നെയല്ലേ ചെയ്ത്. പിന്നെന്താ ഡൗട്ട് വന്നേ? ഓർഡർ തെറ്റിയായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യന് തന്നേക്കണ ഓർഡറിൽ അങ്ങ് ചെയ്തു. അങ്ങനെയല്ല, ഇത് നോക്കണം. ഇത് 2 ക്വസ്റ്റ്യനും നമ്മുടെ എന്തിൽ തന്നേക്കണ? ബുക്കിൽ തന്നിട്ടുണ്ട്. ഒരെണ്ണം കാൽസ്യം ക്ലോറൈഡിൻ്റെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തനിയെ ചെയ്യണം. ഒരെണ്ണം ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്.
നീ ഫാരഡേസ് ലോസും അടുത്തൊരു സാധനം കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു. ബ്രേക്കില്ലേ? ബ്രേക്ക് തരാറുണ്ടോ? ഉണ്ടോ ബ്രേക്ക് ഉണ്ടോ? 3 മണിക്കാ? 3:30 വിടുള്ളൂ. ആര് പറഞ്ഞു 3:30? എവിടെ മെസ്സേജ് ഒന്നും നോക്കണ്ടേ? എനിക്കെന്തായാലും 3:30 പറഞ്ഞേക്കുന്നേ. 3:30 നോക്കട്ടെ. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? അത് ഗ്രൂപ്പിൽ മാറിപ്പോയതായിരിക്കും. എന്താണ്? നോക്കട്ടെ, പറയാം. ഓക്കെ ശരി സമ്മതിച്ചു. 9-3. അപ്പൊ അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ. വന്നിട്ട് പോയതാണോ? ഓക്കെ, സമയം പോയത് അറിഞ്ഞില്ലല്ലേ. ബാക്കി ഇനി കുറച്ച് കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത ദിവസം പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാത്തിനും ശരിയാക്കും. ഇതാരുടെ ബുക്കാടാ? ബുക്ക് പഠിച്ചിട്ട് പറഞ്ഞ അടുത്ത ദിവസം 3:30 വിചാരിച്ചിരിക്കുകയായിരുന്നു.